ദൈവവചനം കേൾക്കേണ്ടതിന് ആവേശപൂർവം ഇവിടെ വന്നുയർന്നിട്ടുള്ള ദൈവമക്കൾ, അതുപോലെ ഈ ലൈവിലൂടെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇവിടെ നടക്കുന്ന ഈ കൺവെൻഷൻ്റെ അവസാനത്തെ രാത്രിയിൽ കർത്താവിൻ്റെ വചനവുമായി നിൽക്കുവാൻ കഴിയുന്നത് വളരെ ശ്രേഷ്ഠമായി, വളരെ വിലയേറിയതായി ഞാൻ കരുതുന്നു. വിശേഷിച്ച് ഈ പ്രവർത്തനങ്ങളുടെ പിന്നിൽ വളരെ അത്യധ്വാനം ചെയ്യുന്ന ബഹുമാന്യനായ കർത്തൃദാസൻ, എൻ്റെ സ്നേഹിതനും കൂടിയായ പാസ്റ്റർ സൽമോൻ അവരുകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഒന്നിച്ചായിരിക്കുന്നതിൽ ഒത്തിരി സന്തോഷം. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങൾ, വിശേഷിച്ച് പാസ്റ്റർ തഞ്ചാവൂർ വില്യംസ്, അങ്ങനെ എല്ലാവരെയും ഞാൻ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് രാത്രിയിൽ വചനത്തിൻ്റെ കേൾവിയിലേക്ക് നമ്മൾ വരുന്നതിന് മുൻപ് നമ്മൾ ചില മിനിറ്റുകൾ ഒരുമിച്ച് ഒന്ന് സ്തോത്രം ചെയ്യാനായിട്ട് പോവുകയാണ്. ദയവായിട്ട് കണ്ണുകളെല്ലാം കർത്തൃസന്നിധിയിൽ ഒന്ന് അടച്ച്, ആദരങ്ങളെല്ലാം ഒന്ന് തുറന്ന്, ഹൃദയങ്ങളെല്ലാം ഒന്ന് ഏകാഗ്രമാക്കുകയും എല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുകയും മൗനമാകാതെ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് സ്തോത്രം ചെയ്തൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ട്. ഇത് ദൈവസാന്നിധ്യം ചലിക്കേണ്ടുന്ന രാത്രിയാണ്. ഇത് ദൈവകൃപ വെളിപ്പെടേണ്ടുന്ന രാത്രിയാണ്. അതൊന്ന് പ്രാർത്ഥിച്ച് ദൈവത്തോട് സാന്നിധ്യത്തെ ഒന്ന് ചോദിച്ച് എല്ലാ കണ്ണുകളും അടച്ച് കർത്താവിൻ്റെ സന്നിധിയോടൊന്ന് അടുത്ത് വന്നേ. വാ തുറന്നേ. ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ അധിവസിക്കുന്നവനെന്നാണ് നമ്മൾ കർത്താവിനെ കുറിച്ച് വായിക്കുന്നത്. അവിടുന്ന് നമ്മുടെ സ്തുതികളിന്മേലാണ് അധിവസിക്കുന്നത്. അവിടുത്തെ സിംഹാസനം നമ്മുടെ ആരാധനയാണ്. അത് തിരിച്ചറിഞ്ഞിട്ട് അതരം തുറന്ന് സ്തോത്രം പറഞ്ഞ് മൗനമാകരുത്. അതരം തുറന്ന് സ്തോത്രം പറഞ്ഞ് ചില മിനിറ്റുകൾ എല്ലാവരും കൂടെ ചേർന്ന് കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ട്. താങ്ക് യു ജീസസ്. അവിടുന്ന് പരിവാര സമന്വിതനായി ഈ രാത്രി നമ്മുടെ നടുവിൽ ഇറങ്ങി വരട്ടെ. നമ്മുടെ ചിന്തയ്ക്കപ്പുറത്ത് ദൈവസ്നേഹത്തിൻ്റെ ഒരു ഒഴുക്ക് ഇന്ന് രാത്രിയിൽ ഈ പന്തലിനകത്ത് ഉണ്ടായി വരട്ടെ. വായി തുറന്നേ. കോടക്കോടിതൻ ദൂതർ സൈന്യവുമായി മേഘരൂഢനായി വരുന്നിത വിരവിൽ താൻ പ്രിയ സുതരെ തന്നോട് ചേർപ്പാൻ വേഗം വരുന്നേശു മശിഹ. പഠിക്കേ. കോടാകോടിതൻ ദൂതർ സൈന്യവുമായി മേഘരൂഢനായി വരുന്നിത വിരവിൽ തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരുന്നേശു മശിഹ. പഠിക്കേ. ഒരിക്കൽ കൂടെ അവൻ അത്ഭുത മന്ത്രിയാം ദൈവം.
ഭാഷയിലൊന്ന് ആരാധിച്ചു. പരിശുദ്ധാത്മാവേ, അവിടുത്തെ സ്നേഹത്തിന് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുള്ളതിന് സ്തോത്രം. ഇന്ന് രാത്രി ഞങ്ങൾക്ക് മറക്കുവാൻ കഴിയാത്ത വിധത്തിൽ വചനത്തിന്റെ ശക്തി, അതിന്റെ നിർമ്മലത, പവിത്രത ഞങ്ങളുടെ നടുവിൽ ചലിക്കാൻ പോകുന്നതിന് ഞങ്ങളൊക്കെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ജനത്തോട് സംവാദിക്കണമേ. സുവിശേഷത്തിന്റെ വിപ്ലവകരമായ ചലനം ഈ രാത്രി ടെന്റിനകത്ത് യേശുവിന്റെ നാമത്തിൽ ചലിച്ചു തുടങ്ങട്ടെ, ചലിച്ചു തുടങ്ങട്ടെ, ചലിച്ചു തുടങ്ങട്ടെ. ഈ വചന കേൾവിയുടെ ഒടുവിൽ ചിലരെ തീരുമാനത്തിലേക്ക് നയിക്കണമേ. വലിയ ദൈവപ്രവർത്തികൾ ഉണ്ടാകട്ടെ. ഉന്നതമായ ഇടപെടലുകൾക്ക് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. സന്തോഷത്തോടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ ആ കരമൊന്ന് ഉയർത്തി പിടിച്ച് ശക്തിയോടെ കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ടെ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടെ, ഒത്തിരി പ്രതീക്ഷയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിൻ്റെ ആത്മാവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വേഗം നമ്മൾ ദൈവവചനത്തിലേക്ക് വരാനായിട്ട് പോവുകയാണ്. ദയവായി ബൈബിൾ തുറന്നിട്ട് 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കാനായിട്ട് പോവുകയാണ്. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല എങ്കിലും അത് ആവശ്യമായിരിക്കുന്നു. ഞാൻ കർത്താവിൻ്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറവാൻ പോകുന്നു. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുൻപേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ആ വാക്യം ഒന്നിച്ചൊന്ന് വായിക്കാം. എല്ലാവരും കൂടെ ചേർന്ന് വായിച്ചാട്ടെ. പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല എങ്കിലും അത് ആവശ്യമായിരിക്കുന്നു. ഞാൻ കർത്താവിൻ്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറയുവാൻ പോകുന്നു. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുൻപ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. നമുക്കറിയാം, ധന്യനായ പൗലോസ്ലീഗയുടെ ഈടുറ്റ തികവുറ്റ 14 ലേഖനങ്ങളിൽ വളരെ പ്രാധാന്യതയുള്ള 2 ലേഖനങ്ങളാണ് 1-2 കൊരിന്ത്യർ ലേഖനം. കൊരിന്ത്യർ ലേഖനം 1 എന്ന് പറയുന്നത് ആ സഭയ്ക്കകത്ത് വ്യാപരിച്ച പുഴുക്കുത്തുകളെ കൃത്യമായി പരിഹരിച്ചുകൊണ്ട്, അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട്, കർക്കശീയ സ്വഭാവമുള്ള ഭാഷയോടുകൂടെ വളരെ ഉത്തരവാദിത്വപൂർവം പൗലോസ് അവരെ ശാസിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു വടിയോടുകൂടെ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരണമോ? കർക്കശീയ സ്വഭാവമുള്ള ഭാഷ. എന്നാൽ 2-ാമത്തെ ലേഖനം എന്ന് പറയുന്നത് അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. 1-ാം ലേഖനത്തിൻ്റെ കർക്കശീയ ഭാഷയൊന്നും 2-ാം ലേഖനത്തിൽ കാണുന്നില്ല. വളരെ ആർദ്രതയോടെ, വളരെ സ്നേഹപൂർവമായി, ആ സ്നേഹത്തിൻ്റെ നിറവിൽ നിന്നിട്ടാണ് പൗലോസ് ഈ 2-ാം ലേഖനം എഴുതുന്നത്. അതിലെ 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഒരിക്കൽ തനിക്കുണ്ടായ ഒരാത്മീയ അനുഭവത്തെ വ്യക്തമാക്കുന്ന ഒരു ഭാഗമാണ്. അത് പറയുന്നത്, പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല എങ്കിലും അത് ആവശ്യമായിരിക്കുന്നു. ഞാൻ കർത്താവിൻ്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറയുവാൻ പോകുന്നു. അവിടെ കൃത്യമായൊരു പശ്ചാത്തലമുണ്ട്. പ്രശംസിക്കുന്നതിൽ പ്രയോജനമില്ല എന്ന് പറയുമ്പോൾ ദർശനങ്ങളിലും വെളിപ്പാടുകളിലും വല്ലാതെ പ്രശംസിക്കുന്ന വ്യാജ ഉപദേഷ്ടാക്കന്മാർ, ഒന്നും കൂടെ പറഞ്ഞാൽ ആത്മീയ അനുഭവങ്ങൾ എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് വല്ലാതെ അതിശയോക്തി കലർത്തി വീമ്പിളക്കുന്ന ഒരു കൂട്ടം ആളുകൾ സഭയ്ക്കകത്ത് എഴുന്നേറ്റപ്പോൾ പൗലോസ് പറയുന്നു, ഞാൻ ചില കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പറയാൻ പോവുകയാണ്. അവിടെ 2 പദങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 1 കർത്താവിൻ്റെ ദർശനം, 2 കർത്താവിൻ്റെ വെളിപ്പാട്. ഞാൻ ഇതൊരു കൺവെൻഷൻ ആണെങ്കിലും ആ പ്രാരംഭ ഭാഗം ആ വിധത്തിലൊന്ന് പറഞ്ഞിട്ട് അനന്തര ചിന്തയിലേക്ക് പെട്ടെന്ന് വരാൻ പോവുകയാണ്. ഈ ദർശനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇടപെടലുകളുടെ
ഒരു ഭാഗമാണ്. ഞാൻ നിങ്ങളോട് പറയാം, ദൈവം സാധാരണമായി ഒരു സമൂഹത്തോടെ 5 വിധത്തിലായിരിക്കും ഇടപെടാനായിട്ട് പോകുന്നത്. അതിൽ ഒന്നാമത്തെ ദൈവിക ഇടപെടൽ എന്ന് പറയുന്നത് ദൈവം നേരിട്ട് സംസാരിക്കുന്നു എന്നുള്ളതാണ്. ഓഡിയബിൾ വോയിസിൽ. ഇന്ന് രാത്രി ഈ ശബ്ദപരിധിയിലൂടെ, ഈ ശ്രവണ സഹായിയുടെ ആ ഒരു ഉപയോഗത്താൽ നിങ്ങൾ കേൾക്കുന്നത് എൻ്റെ ശബ്ദമാണ്. ഓഡിയബിൾ വോയിസ് ആണ്. എൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം നിങ്ങളുടെ കാതുകളിൽ നിങ്ങൾ കേൾക്കുന്നത് പോലെ ദൈവം സംസാരിച്ച ഓഡിയബിൾ ആയിട്ടുള്ള വോയിസ് ജനം ഒരിക്കൽ കേട്ടു. കാഹളനാദത്തിന്റെ നടുവിൽ, കാളിക്കത്തുന്ന തീയുടെ നടുവിൽ, ആ വലിയ കൂരിരുട്ടിന്റെ നടുവിൽ, അങ്ങനെ ഞാൻ അത്യന്തം ഭയപ്പെടുന്നുവെന്നും മോശ പോലും പറയത്തക്ക വിധത്തിലുള്ള അസാധാരണത്വമുള്ള സംഭവങ്ങളുടെ നടുവിൽ ദൈവം ആ ജനത്തോട് സംസാരിച്ചു. അവിടെ മാത്രമല്ല, പലയിടങ്ങളിൽ ദൈവം സംസാരിച്ചിട്ടുണ്ട്. ആവർത്തിച്ച് ദൈവം സംസാരിക്കുക. ഒരു കാര്യം ഞാൻ പറയാം, ദൈവം സംസാരിക്കാത്ത ഒരു കാലവും, ദൈവം സംസാരിക്കാത്ത ഒരു സമയവും ഉലക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ദൈവം തുടർച്ചയായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ അവിടെ ഒരു വാക്ക് കണക്ട് ചെയ്ത് പറയുകയാണ്. നമ്മുടെ ദൈവം വാപൂട്ടി മിണ്ടാതിരിക്കുന്ന ദൈവമല്ല, നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. വായുണ്ടെങ്കിൽ സംസാരിക്കാത്തവരുണ്ട്, തൊണ്ട കൊണ്ട് ഇടപെടാത്തവരുണ്ട്, കൈകൊണ്ട് പ്രവർത്തിക്കാത്തവരുണ്ട്, കാലുണ്ടെങ്കിലും നടക്കാത്തവരുണ്ട്. പക്ഷെ നാം ആരാധിക്കുന്ന ദൈവം നടക്കുന്ന ദൈവമാണ്, പ്രവർത്തിക്കുന്ന ദൈവമാണ്, ഇടപെടുന്ന ദൈവമാണ്, സംസാരിക്കുന്ന ദൈവമാണ്. അങ്ങനെ ഒരു ദൈവത്തെ ആരാധിക്കുവാൻ കൃപ ലഭിച്ച പ്രിയപ്പെട്ടവർ ആ കരമൊന്ന് ഉയർത്തി പിടിച്ച് കർത്താവിനെ ഉച്ചത്തിലൊന്ന് ആരാധിച്ചാണ്. നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. അപ്പോൾ ദൈവം നേരിട്ട് സംസാരിക്കും. അവിടുത്തെ ഓഡിയബിൾ വോയിസിൽ ദൈവം സംസാരിക്കും. ദൈവം പിന്നീട് ഇടപെടുന്ന ദൈവത്തിൻ്റെ ഇടപാടിൻ്റെ രീതിയാണ് ദൈവം ദൂതന്മാരിലൂടെ സംസാരിക്കും. ദൈവത്തിൻ്റെ ദൂതന്മാർ ഒരുപാടുണ്ട്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ അവരുടെ ഒരു സംഖ്യ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 10,000 എന്നാണ് പറയുന്നത്. KJV ആദിയായ ഭാഷാന്തരങ്ങളിൽ വായിക്കുമ്പോൾ 10,000 times 10,000 എന്ന് പറയുന്നുണ്ട്. ഒന്നും കൂടെ പറഞ്ഞാൽ 10,000 ഗുണം 10,000 എത്രയാണോ അത്രയും ദൂതന്മാർ സ്വർഗത്തിലുണ്ട്. അതുമാത്രമല്ല, സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട് അവരുടെ രഥങ്ങൾ കോടിയായി ഇരിക്കുന്നു. അപ്പൊ കോടി ഗുണം കോടി എത്രയാണോ അത്രയും ദൂതന്മാർ സ്വർഗത്തിൽ ഉണ്ട്. അപ്പോൾ ദൈവം ദൂതന്മാരിലൂടെ സംസാരിക്കുന്നു. അപ്പൊ 2 കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന്, ദൈവം നേരിട്ട് സംസാരിക്കും. 2, ദൈവം ദൂതന്മാരിലൂടെ സംസാരിക്കും. 3-ാമത് ദൈവം ഇടപെടുന്ന രീതിയാണ് പ്രവാചകന്മാർ എന്ന് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സഭ ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം പ്രവാചകന്മാർ ഉണ്ട്. കാരണം ദൈവം സഭയ്ക്ക് തന്ന 5 വിധ ശുശ്രൂഷ, 5-fold മിനിസ്ട്രിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രവചനം എന്ന് പറയുന്നത്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൻ്റെ മേൽ പണിയപ്പെട്ടിരിക്കുന്നതാണ് സഭ. അപ്പോൾ സഭ നിലവിലുള്ളിടത്തോളം പ്രവാചകന്മാർ ഉണ്ട്. പ്രവാചകന്മാർ പിൻവലിക്കപ്പെട്ടാൽ സഭയുടെ അടിസ്ഥാനം പൊളിഞ്ഞെന്നാണ് അതിൻ്റെ അർത്ഥം. ക്രിസ്തു എന്ന മൂലക്കല്ലിൻ്റെ മേൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൻ്റെ മേലാണ് ദൈവം തൻ്റെ സഭയെ പണിയുന്നത്. അപ്പോൾ പ്രവാചകന്മാരിലൂടെ ദൈവം സംസാരിക്കും. അന്നും സംസാരിച്ചു, ഇന്നും സംസാരിച്ചു. സഭയുള്ളിടത്തോളം ദൈവം പ്രവാചകന്മാരിലൂടെ സംസാരിച്ചു കൊണ്ടേ ഇരിക്കും. ഇനി അതുമാത്രമല്ല, ദൈവം ഇടപെടുന്ന 4-ാമത്തെ രീതിയാണ് ദർശനം എന്ന് പറയുന്നത്. അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്, ഞാൻ ദർശനങ്ങളെക്കുറിച്ചും വെളിപ്പാടുകളെക്കുറിച്ചും പറയാനായിട്ട് പോവുകയാണ്. ഞാൻ പുറകാലെ ദർശനത്തെ വിവരിക്കുക. അതുപോലെ തന്നെ ദൈവം സംസാരിക്കുന്ന ഒരു രീതിയാണ് സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഒരുപാട് സ്വപ്നങ്ങൾ കാണാറുണ്ട്. പലതും പകൽ സ്വപ്നങ്ങളെന്ന് നമ്മൾ പറയാറുണ്ട്. ഇത്യാദി സ്വപ്നങ്ങളൊന്നും ദൈവം ഇടപെടുന്ന സ്വപ്നങ്ങളല്ല. എന്നാൽ കൃത്യമായ ആശയ സമ്പൂർണതയുള്ള, കൃത്യമായ ആലോചനകളുള്ള സ്വപ്നങ്ങൾ ദൈവം നൽകാറുണ്ട്. അങ്ങനെ ജാതീയ രാജാക്കന്മാർക്ക് പോലും ദൈവം സ്വപ്നങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ദൈവം ഇടപെടുന്ന വേറെ ഒരു ഇടപെടലുണ്ട്. അത് പ്രകൃതിയിലൂടെയാണ്. അതാ നമ്മൾ 19-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത്. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. അപ്പം ദൈവം ഈ വിധത്തിലെല്ലാം സംസാരിക്കും. എന്നാൽ
ഇവിടെ പോൾ പറയുന്ന രണ്ട് കാര്യങ്ങൾ, ഞാൻ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറയാനായിട്ട് പോവുകയാണ്. എന്താണ് ഈ ദർശനം എന്ന് പറയുന്നത്? ദർശനം എന്ന വാക്കിന് ഒപ്റ്റാസിയ എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ദ ആക്ട് ഓഫ് എക്സിബിറ്റിംഗ് വൺസെൽഫ് ടു വ്യൂ എന്നാണ് അതിനെ പറയുന്നത്. ഒരാളിൻ്റെ മുൻപിൽ ഒരു കാര്യത്തെ പ്രദർശിപ്പിക്കുന്ന ദൈവീക കാര്യപരിപാടിയാണ് ദർശനം എന്ന് പറയുന്നത്. മറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തെ ദൈവം ഒരു വ്യക്തിയുടെ മുൻപിൽ തുറന്നു കാട്ടുന്നതിന് പറയുന്ന പേരാണ് ദർശനം എന്ന് പറയുന്നത്. അത് ദൈവികമായ ഒരു പ്രസന്റേഷനാണ്. അത് പല സന്ദർഭത്തിലും ദൈവത്തെ സംബന്ധിച്ചുള്ളതായിരിക്കും, അത് സ്വർഗത്തെ സംബന്ധിച്ചുള്ളതായിരിക്കും, അത് യേശുവിനെ സംബന്ധിച്ചുള്ളതായിരിക്കും, അത് ചിലപ്പോൾ ദേശങ്ങളെ സംബന്ധിച്ചുള്ളതായിരിക്കും, അത് കാലഘട്ടത്തോടുള്ള ബന്ധത്തിലുള്ളതായിരിക്കും, അത് സഭയെ സംബന്ധിച്ചുള്ളതായിരിക്കും, അത് നമ്മെ സംബന്ധിച്ചുള്ളതായിരിക്കും. ഇത് പുതിയ നിയമത്തിൽ ഒരു സാധാരണ കാര്യമാണ്. കാരണം യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ, അപ്പോസ്തലന്മാർക്ക് ഇതുപോലെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പൊ ദർശനങ്ങൾ ഉണ്ടാകും. യോഹന്നാൻ സ്നാപകന്റെ പിതാവായ സെക്കരിയാവിനാണ് ആദ്യത്തെ ദർശനമുണ്ടായത്. ആലയത്തിന്റെ അന്തർഭാഗത്ത് ധൂപം കാട്ടിക്കൊണ്ടിരിക്കുമ്പോൾ യാഗപീഠത്തിന്റെ വലതുവശത്ത് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി നിന്ന് ഈ ഗബ്രിയേൽ എന്ന് പറയുന്ന മാലാഖ സെക്കരിയാവിനോട് സംസാരിക്കുകയാണ്. ഉണ്ടാകാനിരിക്കുന്ന തലമുറയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പിന്നീട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രൂപാന്തര സമയത്ത് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ നന്നായിട്ട് കേൾക്കണം. ഹി എംപ്റ്റീഡ് ഹിംസെൽഫ് എന്ന് പറയുന്നത്, അതായത് തന്നെത്താൻ ഒഴിച്ചു. തൻ്റെ ദിവ്യത്വത്തിൻ്റെ പ്രകടനങ്ങൾ, തൻ്റെ ദിവ്യത്വത്തിൻ്റെ, തൻ്റെ ദൈവത്വത്തിൻ്റെ ലക്ഷണങ്ങൾ, തൻ്റെ ദൈവത്വത്തിൻ്റെ വിശേഷതകൾ, അതെല്ലാം മനുഷ്യൻ്റെ കണ്ണിനെ മറച്ചു വെച്ചിട്ടാണ് അവിടുന്ന് താണിറങ്ങി 7 പടികൾ ചവിട്ടി താണിറങ്ങി വന്ന് നമ്മെപ്പോലെ ഒരു മനുഷ്യനായത്. ഈ മറുരൂപ മലയിൽ വെച്ച് കർത്താവായ യേശു ക്രിസ്തു ആ എംപ്റ്റീഡ് ഹിംസെൽഫ്, തന്നെത്താൻ ഒഴിച്ചു എന്ന് പറയുന്ന ആ വാക്കിനെ ഒന്ന് മാറ്റിവെച്ചു. യേശു തൻ്റെ രൂപം അവരുടെ മുൻപിൽ കാണിച്ചു. അതും ഇതുപോലെ ഒരു വെളിപ്പാടാണ് മറുരൂപമലയിൽ വെച്ച് ഉണ്ടായത്. പിന്നീട് യേശുക്രിസ്തുവിന്റെ മരണത്തിനപ്പുറം കല്ലറ സന്ദർശിക്കാൻ ധൂപവർഗവുമായി എത്തിയ, സുഗന്ധവർഗവുമായി എത്തിയ സ്ത്രീകളുടെ മുൻപിൽ ദൂതന്മാർ പ്രത്യക്ഷനായി. അതും ഇതുപോലെ ഒരു ദൈവിക ഇടപെടലാണ്. നമുക്കറിയാം, കല്ലേറ് കൊണ്ട് സ്തേഫാനോസ് സ്വന്തം കാലിൽ വീഴുന്ന സമയത്ത് സ്തേഫാനോസ് സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കിയപ്പോൾ പിതാവിൻ്റെ വലത്തുഭാഗത്ത് പുത്രൻ നിൽക്കുന്നത് കണ്ടു. അതും ഇതുപോലുള്ള ഒരു ദൈവിക ഇടപെടലാണ്. പിന്നീട് നമുക്കറിയാം, ഈ അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിലെ കൊർന്നല്യോസിന്റെ വീട്ടിൽ സുവിശേഷത്തിന്റെ വിപ്ലവകരമായ ചലനം സംഭവിക്കുന്നതിന് മുമ്പ് പത്രോസ് എന്ന് പറയുന്ന യഹൂദന ദൈവം ഒരുക്കിയെടുത്ത ഒരു രൂപാന്തര ദർശനമുണ്ട്. അത് ശുദ്ധവും അശുദ്ധവുമായ സകലതിനെയും അവൻ്റെ മുൻപിൽ തുറന്നു കാട്ടിയിട്ട് അവനോട് പറഞ്ഞു, അറുത്ത് തിന്നാൻ പറഞ്ഞു. അപ്പോൾ അവൻ വിശുദ്ധിയുടെ പ്രമാണം പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ദൈവം ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് വിചാരിക്കരുത്. അത് വാസ്തവത്തിൽ ജാതീയ ലോകത്തെ അംഗീകരിക്കത്തക്ക വിധത്തിൽ ഈ മനുഷ്യന്റെ മനസ്സിനെ ദൈവം ഒരുക്കിയെടുത്തത്. പിന്നീട് ഇങ്ങോട്ട് എത്രയെത്ര ഇതുപോലെയുള്ള ഡിവൈൻ എൻകൗണ്ടറുകൾ ഉണ്ടായിട്ടുണ്ട്, ദർശനങ്ങൾ, വെളിപ്പാടുകൾ. പൗലോസിനെ സംബന്ധിച്ച് അപ്പോസ്തല പ്രവൃത്തികളുടെ പഠനത്തിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള 6-ൽ പരം അനുഭവങ്ങൾ ഉണ്ടായതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ദർശനങ്ങളിലൂടെ ദൈവം ഇടപെടും. അതുപോലെ തന്നെയാണ് വെളിപ്പാടുകൾ. വെളിപ്പാടുകൾ എന്ന് പറയുമ്പോൾ അപ്പോക്കാലിപ്സസ് എന്ന പദമാണ് അതിന് ഉപയോഗിക്കുന്നത്. ഈ അപ്പോക്കാലിപ്സസ് എന്ന് പറയുമ്പോൾ 5 വിധ അർത്ഥങ്ങൾ അതിനുണ്ട്. ഒന്നാമത്തെ അർത്ഥം മേക്കിംഗ് നേക്കഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ അർത്ഥം എ ഡിസ്ക്ലോസർ ഓഫ് ട്രൂത്ത് എന്നാണ്. മൂന്നാമത്തെ അർത്ഥം മാനിഫെസ്റ്റേഷൻ എന്നാണ്. അടുത്ത അർത്ഥം അപ്പിയറൻസ് എന്നാണ്. വാസ്തവത്തിൽ ഈ അപ്പോക്കാലിപ്സസ് എന്ന് പറയുന്ന ഈ വാക്കുണ്ടല്ലോ, ഇത് കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കും സാധാരണ പറയാറുണ്ട്. യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ കുറിച്ചും പറയാറുണ്ട്. അപ്പോൾ 2 കാര്യങ്ങൾ പൗലോസ് പറയുക. ഞാൻ ദർശനങ്ങളെക്കുറിച്ച് പറയാൻ പോവുകയാണ്, ഞാൻ വെളിപ്പാടുകളെക്കുറിച്ച്
പറയാനായിട്ട് പോവുകയാണ്. ഈ ദർശനങ്ങളുടെ വെളിപ്പാടുകളുടെ ഒരു പരിണിത ഫലമുണ്ട്. ആ പരിണിത ഫലം എന്ന് പറയുന്നത് അതൊരു ആത്മീക വെളിപ്പെടുത്തലാണ്. അതൊരു സ്വർഗീയ യാഥാർത്ഥ്യത്തിൻ്റെ അവതരണമാണ്. അതൊരു അമാനുഷിക അനുഭവമാണ്. അത് ദൈവത്തിൻ്റെ പരമാധികാരത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണ്. ഇത് ആത്മനിഷ്ഠമാണ്. തെറ്റിദ്ധാരണയ്ക്ക് സാധ്യതയില്ലാത്ത വിധം കൃത്യതയുള്ളതാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ദൈവം ദർശനങ്ങളിലൂടെ വെളിപ്പാടുകളിലൂടെ ഇടപെടും. ഈ 2026 പ്രഥമ ദിനങ്ങളിൽ ഒന്നിൽ ഇങ്ങനെ ഒരു സന്ദേശം കേൾക്കുമ്പോൾ ഈ പ്രഥമ ഘട്ടത്തിൽ എത്ര പേർക്ക് പറയാൻ കഴിയും, എൻ്റെ ദൈവമേ, എനിക്ക് ചില ദർശനങ്ങൾ, ചില വെളിപ്പാടുകൾ അങ്ങ് നൽകണം? അങ്ങനെ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. കരമൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കണ്ണും നടച്ച് നമ്മൾ വെറുതെ കൊട്ടിപ്പാടി പോകുന്നവരല്ല, ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ അനുഭവിക്കാൻ ഇരിക്കുന്നവർ. ആ കരമൊന്ന് ഉയർത്തി പിടിച്ചിട്ട് എല്ലാവരും ചേർന്നൊന്ന് പറ, എൻ്റെ മക്കളെക്കുറിച്ച്, എൻ്റെ കുടുംബത്തെക്കുറിച്ച്, എൻ്റെ തലമുറയെക്കുറിച്ച്, എൻ്റെ ജീവിതത്തെക്കുറിച്ച്, ഞാൻ കടന്നു പോകുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് എൻ്റെ ദൈവമേ കൃത്യമായ ചില ഇടപെടലുകൾ എനിക്ക് വേണം. ഉച്ചത്തിലൊന്ന് പ്രാർത്ഥിച്ച് നിർത്തരുത്. ഉച്ചത്തിലൊന്ന് പ്രാർത്ഥിച്ച്, നിയോഗത്തോടൊന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുന്ന ചിലരുടെ മുൻപിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് തുറന്നിടും. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കാത്ത ആർക്കും ഇതൊന്നും അനുഭവിക്കാൻ കഴിയത്തില്ല കേട്ടോ. ഇതൊന്നും ആരുടെ യോഗ്യതയിൽ നിന്നുള്ളതല്ല. ഇത് കർത്താവിൻ്റെ പ്രീതിയിൽ നിന്ന്, കർത്താവിൻ്റെ കരുണയിൽ നിന്നുള്ളതായതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുടെ മുൻപിൽ ദൈവം അത് വെളിപ്പെടുത്തി തരും. ഉച്ചത്തിൽ പ്രാർത്ഥിര്, എൻ്റെ ദൈവമേ എനിക്ക് ഇതുപോലെയുള്ള ചില ആത്മീയ അനുഭവങ്ങൾ തരണം. ബ്ലെസ്സഡ് ഹോളി മാസ്റ്റർ, ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ഞാൻ വെളിപ്പാടുകളെയും ദർശനങ്ങളെ കുറിച്ച് പറയാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇതിലെ ഒറ്റ പദമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം പറയുക, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. എല്ലാവരും കൂടെ ആ വാക്കൊന്ന് പറഞ്ഞ്, ആരെ അറിയുന്നെന്ന്? ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞാട്ടെ, എവിടെയുള്ള മനുഷ്യന്? ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. ഇന്ന് രാത്രി നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ പ്രധാനമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാ, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യൻ. പോരെ, ശബ്ദം ഉയർത്തി എല്ലാവരും കൂടെ പറഞ്ഞേ, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യൻ. ഇവിടെ ഈ ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ 14 സംവത്സരങ്ങൾക്ക് മുൻപ് സംഭവിച്ച ഒരു കാര്യമാണ് പറയുന്നതെങ്കിലും വാസ്തവത്തിൽ അത് ഒരാളിൻ്റെ ഐഡന്റിറ്റിയാണ്. വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ട ഒരാളിൻ്റെ ഐഡന്റിറ്റിയാണ് അയാൾ ക്രിസ്തുവിലാണെന്ന് പറയുന്നത്. നമ്മുടെ ഏറ്റവും വലിയ ഐഡന്റിറ്റി എന്തുവാ? പറഞ്ഞോ. എൻ്റെ ഐഡന്റിറ്റി ഞാൻ പ്രഭാഷകനാണെന്നോ ഞാനൊരു പാസ്റ്ററാണെന്നോ ഇതൊന്നുമല്ല. എൻ്റെ ഏറ്റവും വലിയ ഐഡന്റിറ്റി ഞാൻ ക്രിസ്തുവിലാണെന്നുള്ളതാണ്. ശബ്ദം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാണ്. ഞാൻ ആ കാര്യത്തെ ഒന്ന് വ്യക്തമാക്കാൻ പോവാം. ഈ ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യൻ, അവിടെയാ ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു വാക്കുണ്ടല്ലോ. ആ വാക്ക് നിങ്ങൾ ശരിക്കും ഒന്ന് മനസ്സിലാക്കണേ. ഈ വാക്കിനെ നമുക്ക് പറയാൻ പറ്റുന്നത് പൗലോസിൻ്റെ പ്രിയ പദം എന്നാണ്. പൗലോസിൻ്റെ പ്രിയ പദം എന്നാണ്. ഏതാണ്ട് 76 പരം പ്രാവശ്യം പൗലോസ് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പദമാണ് ക്രിസ്തുവിൽ എന്ന് പറയുന്നത്. ക്രിസ്തുവിൽ ആ വാക്ക് നിങ്ങൾ വിവിധ ഭാഷാന്തരങ്ങളിൽ ഒന്ന് വായിച്ചു നോക്കിക്കോ. ഐ ന്യൂ എ മാൻ ഇൻ ക്രൈസ്റ്റ്, എ മാൻ ഇൻ ക്രൈസ്റ്റ്. എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞേ, ഇൻ ക്രൈസ്റ്റ്. ഒന്നിച്ചൊന്ന് പറഞ്ഞേ, എന്നാ? ഇൻ ക്രൈസ്റ്റ്. ആ ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനെ അല്പം കൂടെ വിശാലമായിട്ട് വിവിധ ഭാഷാന്തരങ്ങളിലൊക്കെ എഴുതിയിരിക്കുന്നത് ഹൂ ഈസ് ഇൻ യൂണിയൻ വിത്ത് ക്രൈസ്റ്റ് എന്നാണ്. ആ വാക്ക് കണ്ടോ, യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്. എല്ലാവരും കൂടെ പറഞ്ഞേ, എന്നാ? യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്. അപ്പൊ ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ കർത്താവുമായിട്ട് അങ്ങ് യുണൈറ്റഡ് ആയിട്ടുള്ള, കർത്താവുമായിട്ട് അങ്ങ് ഇഴുകിച്ചേർന്ന, കർത്താവുമായിട്ട് അങ്ങ് എന്താ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു സംഘവ്യക്തിത്വത്തിലേക്ക് അങ്ങ് എത്തപ്പെട്ട ഒരാൾ എന്നാണ് അതിന്റെ അർത്ഥം. അതാ പറയുന്നത് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ
ഞാൻ അറിയുന്നു. ഞാൻ ആ വാക്ക് മാത്രമാണ് നിങ്ങളുമായിട്ട് വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. വാസ്തവത്തിൽ നമ്മളങ്ങ് ക്രിസ്തുവിൽ ആകുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് നമ്മൾ ക്രിസ്തുവിലാകുന്നത് എന്നൊരു ചോദ്യമുണ്ട്. എങ്ങനെയാണ് നമ്മൾ ക്രിസ്തുവിലാകുന്നത്? അത് ഉറപ്പായിട്ടും നമ്മൾ രക്ഷിക്കപ്പെടുന്നതിലൂടെയാണ് ക്രിസ്തുവിലാകുന്നത്. രക്ഷിക്കപ്പെട്ടവർ മാത്രം കരമൊന്ന് ഉയർത്തിയാട്ട്. ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയട്ടെ, ഈ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന ഈ ഒരു കാര്യമുണ്ടല്ലോ, ഇത് ട്രഡീഷണലി സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ആരും ട്രഡീഷണലി രക്ഷിക്കപ്പെടുന്നില്ല. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെടുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു പാസ്റ്ററുടെ മകനായി ജനിക്കുന്നത് കൊണ്ട്, ഒരു പഴയ പാരമ്പര്യമുള്ള ഒരു അച്ചായൻ്റെ മകനായിട്ട് ജനിക്കുന്നത് കൊണ്ട് ആരും രക്ഷിക്കപ്പെടുന്നില്ല. കാരണം സാൽവേഷൻ എന്ന് പറയുന്നത് നാഷണൽ സാൽവേഷൻ അല്ല. സാൽവേഷൻ എന്ന് പറയുന്നത് പേഴ്സണൽ സാൽവേഷൻ ആണ്. അതായത് യേശുവിനെ ഒരു വ്യക്തി കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് രക്ഷിക്കപ്പെടുന്നത്. അപ്പൊ വായി കൊണ്ട് ഏറ്റുപറയണം, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞ് എന്നാ പറയേണ്ടത്? കർത്താവ്. ഒന്നിച്ചൊന്ന് പറഞ്ഞ് കർത്താവ്. എല്ലാവരും കൂടെ പറഞ്ഞ് എന്താ പറയേണ്ടത്? കർത്താവ്. കർത്താവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? കുരിയോസ് എന്നാണ്. കുരിയോസ് എന്ന് പറയുമ്പോൾ യജമാനൻ, ഉടമസ്ഥൻ, അധികാരി, രാജാവ്, കർത്താവ് എന്നൊക്കെയാണ്. അപ്പൊ യേശുവാണ് എൻ്റെ കർത്താവ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? യേശുവാണ് എൻ്റെ ഉടമസ്ഥൻ, യേശുവാണ് എൻ്റെ യജമാനൻ, യേശുവാണ് എൻ്റെ അധികാരി, യേശുവാണ് എൻ്റെ രാജാവ്. അങ്ങനെയാ നമ്മൾ യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുമ്പോൾ വാസ്തവത്തിൽ നമ്മളൊരു കമ്മിറ്റ്മെന്റിലേക്ക് വരികയാണ്. നമ്മൾ കർത്താവിൻ്റെ ദാസ്യത്വത്തിലേക്ക് വരികയാണ്. അങ്ങനെയാണ് റോമാലേഖനം പറയുന്നത്, നാം പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കുക. അപ്പോ നമ്മൾ എവിടെ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു? രക്ഷിക്കപ്പെട്ടപ്പോ ഉച്ചത്തി പറ, പാപത്തിൽ നിന്ന്. ഒന്നുകൂടെ പറഞ്ഞേ, പാപത്തിൽ നിന്ന്. ഒന്നുകൂടെ പറ, പാപത്തിൽ നിന്ന് എന്താ സംഭവിച്ചത്? സ്വാതന്ത്ര്യം പ്രാപിച്ചു. എല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞേ, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു. അവിടെ നമ്മൾ വായിക്കുന്നു, എന്നിട്ട് നമ്മൾ ആരായി? ദൈവത്തിൻ്റെ ദാസന്മാരായി. ആ റോമാലേഖനം 6-ാം അധ്യായത്തിൽ 22-ാമത്തെ വാക്യത്തിലാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കിടക്കുന്നത്. ദൈവത്തിൻ്റെ ദാസന്മാരായി. അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ നീതിക്ക് ദാസന്മാരായി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം നേരത്തെ പാപത്തിൻ്റെ ദാസ്യത്വത്തിലായിരുന്നു. എപ്പോ? രക്ഷിക്കപ്പെടുന്നതിന് മുൻപ്. പാപം ഒരു യജമാനനെ പോലെ നമ്മുടെ മേൽ തേർവാഴ്ച നടത്തുകയായിരുന്നു. ആ പാപം നമ്മളെ സകലവിധ ദോഷങ്ങളിലേക്ക് നയിച്ചു. ആ പാപം നമ്മളെ സകലവിധ അടിമത്വങ്ങളിലേക്ക് നയിച്ചു. ആ പാപമാണ് നമ്മളിൽ സകലവിധ അനാവശ്യങ്ങളും ഉണ്ടാക്കിക്കൊണ്ടുവന്നത്. ആ പാപമാണ് നമുക്ക് എല്ലാവിധ ദോഷപ്രകൃതങ്ങളും സമ്മാനിച്ചത്. ആ പാപമാണ് നമ്മെ എല്ലാവിധ ദോഷത്തിലേക്കും ഇങ്ങനെ വലിച്ചു കൊണ്ടുപോയത്. കുടുംബകലഹമുണ്ടായത് പാപത്തിൽ നിന്ന്, മദ്യപാനമുണ്ടായത് പാപത്തിൽ നിന്ന്, ഡ്രഗ്സ് അഡിക്ഷൻ ഉണ്ടായത് പാപത്തിൽ നിന്ന്, ഇന്റർനെറ്റ് അഡിക്ഷൻ ഉണ്ടാകുന്നത് പാപത്തിൽ നിന്ന്, എല്ലാ ടൈപ്പ് അഡിക്ഷനുകളും പാപത്തിൽ നിന്നാണ്. അപ്പൊ ഈ പാപം നമ്മുടെ മേൽ ഒരു യജമാനനെ പോലെ വാഴുകയും നമ്മൾ ആ പാപത്തിന്റെ അടിമകളായിരിക്കുകയുമായിരുന്നു. ആ പാപം നമ്മോട് ആജ്ഞാപിക്കുകയും പാപത്തിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ജീവിക്കുവാൻ നാം നിർബന്ധിക്കപ്പെടുകയും ആയിരുന്നു. അവിടെ പാപത്തോട് ചേർന്ന് പൈശാചിക അജണ്ടകളും നിലവിലുണ്ടായിരുന്നു എന്ന് തിരിച്ചറിയണം. അത് ഞാൻ വെറുതെ പറയുന്നതല്ല. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 44-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ അവന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പിശാചെന്ന പിതാവിന്റെ മക്കൾ കണ്ടോ, മോഹം ആരുടേതാ? പിശാചിൻ്റെതാ. പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിശാചിന് വ്യഭിചാരം ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ശരീരമില്ല. അതുകൊണ്ട് പിശാച് എന്ത് ചെയ്യും? ഈ ശരീരമുള്ള ഒരുത്തൻ്റെ അകത്തോട്ട് ഈ മോഹം ഇൻജക്റ്റ് ചെയ്യും. അവൻ പോയി അത് ചെയ്യും. അതാ, നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ അവൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. പിശാചിനെ കള്ളു കുടിക്കണമെന്ന് തോന്നുമ്പോൾ ആ മോഹം ഒരുത്തൻ്റെ അകത്തോട്ട് ഇൻജക്റ്റ് ചെയ്യും. അവൻ പോയി
ഈ സാധനം അടിക്കും. എന്നിട്ട് അടിച്ച് നാടൻ ഭാഷ പറഞ്ഞാൽ പാമ്പായിട്ട് ഇങ്ങനെ റോഡിലൊക്കെ കിടക്കും. വഴിക്ക് വീതി കൂട്ടി നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരിക്കലും ഞാൻ ഒരു മദ്യപാനോട് ചോദിച്ചു, നിങ്ങളെന്താ ഈ ഇടത്തുനിന്ന് വലത്തോട്ടും വലത്തുനിന്ന് ഇടത്തോട്ടും ഇങ്ങനെ മാറി മാറി സഞ്ചരിക്കുന്നത്? അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, വലത്ത് ചെല്ലുമ്പോൾ വലത്തു ഭാഗം ഇങ്ങനെ പൊങ്ങി വരുന്നത് പോലെ തോന്നും, അപ്പോൾ ഇടത്തോട്ട് പോകും. ഇടത്ത് ചെല്ലുമ്പോൾ ഇടത്ത് ഭാഗവും ഇങ്ങനെ പൊങ്ങി വരുന്നത് പോലെ തോന്നും, അപ്പോൾ പിന്നെ വലത്തോട്ട് പോകും. അപ്പം ഈ വഴി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ നടക്കുന്നത്. സത്യത്തിൽ പിശാചിൻ്റെ മോഹം അതൊരുത്തൻ്റെ മേൽ ഇഞ്ചക്ട് ചെയ്യുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. പിന്നെ വളരെ മാന്യമായിട്ട് അടിക്കുന്ന പുള്ളികളൊക്കെ ഉണ്ട്. അത് മാന്യമായിട്ട് പിശാച് മോഹം ഇഞ്ചക്ട് ചെയ്യുന്നത് കൊണ്ട്. എനിവേ, ഏത് പാപം സംഭവിച്ചാലും ആ പാപത്തിൻ്റെ എല്ലാം പിന്നിൽ ആ പാപത്തിൻ്റെ ആ ഒറിജിനാലിറ്റി കിടക്കുന്ന പിശാചിൻ്റെ മോഹമുണ്ട്. അപ്പം ഇത് നമ്മെ കീഴടക്കി വെച്ചിരിക്കുകയായിരുന്നു രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്. ഇത് നമ്മെ അടിമത്വത്തിലാക്കി വെച്ചിരിക്കുകയായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പാപം ഒരു അർബുദ വ്യാധി പോലെയാണ്. ഒരുവനിൽ കയറിയാൽ ആ അർബുദം ഒരുവനെ എങ്ങനെയാണോ കാർന്ന് തിന്നുന്നത്, അതുപോലെയാണ് പാപം ഒരുവനെ നശിപ്പിക്കുന്നത്. നശിപ്പിച്ച് 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 കരിമ്പിൻ ചണ്ടി പോലെ. നിങ്ങൾ ഈ മണർകാട് നിന്ന് അങ്ങ് കൊടുങ്ങൂര് വഴി നിങ്ങൾ മുന്നോട്ട് പോയാൽ അവിടെ ആ റോഡിൻ്റെ ഇടതുവശത്തൊക്കെ ഈ കരിമ്പാട്ടുന്ന ഇടങ്ങളുണ്ട്. ശ്രദ്ധിച്ചാൽ മതി. ആ കരിമ്പാട്ടിക്കഴിഞ്ഞാൽ ഈ ചണ്ടി ഇതെന്തിനു കൊള്ളാൻ പറ്റും? ഇത് കത്തിക്കാനേ കൊള്ളത്തുള്ളൂ. ഇതുപോലെയാണ് ചിലരെ പിശാച് ചവച്ച് നീര് മുഴുവൻ ഊറ്റിയെടുത്ത് വെറും ചണ്ടിയാക്കി ഒടുവിൽ ഒന്നിനും കൊള്ളാതെ കത്തിക്കാൻ പാകത്തിന് തിരിച്ചു കൊടുക്കും. ഇതാണ് പിശാചിൻ്റെ രീതി. നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ടൈപ്പ് പ്രകൃതമുള്ള പലതിനെയും? ചങ്കുമില്ല, മാത്തങ്ങായും ഇല്ല. നാടൻ ഭാഷ പറഞ്ഞതാ. നമ്മൾ നാടൻ ഭാഷ പറയത്തില്ലേ, കള്ളടിച്ചവൻ്റെ ചങ്കും മത്തങ്ങായി മുഴുവൻ പോയതാ, മുഴുവൻ ദ്രവിച്ചു പോയിരിക്കുകയാണ്. ലിവർ എന്ന സാധനമില്ല, മുഴുവൻ ദ്രവിച്ചു പോയതാ. ഞാൻ പറഞ്ഞത് അടിമത്വത്തിലാക്കി കളയുകയാണ് ഈ പിശാച്, ഈ പാപം ഒരു വ്യക്തിയെ. അപ്പം പാപത്തിൻ്റെ അടിമത്വത്തിലായിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മൾ ആരായി? ദൈവത്തിൻ്റെ ദാസന്മാരായി. അവിടെ പറയുന്ന പേരാ നമ്മൾ നീതിയുടെ ദാസന്മാരായി. ആ വാക്കുകളൊക്കെ നന്നായിട്ട് കേട്ടോണം. നമ്മൾ ദൈവത്തിൻ്റെ ദാസന്മാരായി, നമ്മൾ നീതിയുടെ ദാസന്മാരെ. ഈ നീതിയുടെ ദാസ്യത്വത്തിനകത്ത് വലിയ വിടുതലുകളുണ്ട് കേട്ടോ, വലിയ അനുഗ്രഹമുണ്ട്. ഈ നീതി നമ്മുടെ മേൽ ശരിക്കും വർക്കൗട്ടായി കഴിഞ്ഞാൽ പിന്നെ പാപം ചെയ്യാൻ ഒക്കത്തില്ല. അത് അതിൻ്റെ ഒരു പ്രത്യേകത. സ്തോത്രം. ഫോണൊന്ന് എടുത്തോട്ടെ. സൽമാൻ പാസ്റ്റർ ഫോണ്. സ്തോത്രം. കണ്ടാലേ അറിയല്ല, ഐഫോണ് 16 അല്ല 17 എന്തേലും ആട്ടെ. എന്തായാലും പാസ്റ്ററുടെ ഐഫോൺ. സ്തോത്രം. അപ്പം അതിങ്ങ് ഇവിടെ പോഡിയത്തിൽ ഇരിക്കുക. കൺവെൻഷൻ കഴിഞ്ഞ് എല്ലാവരും പോയി. സ്തോത്രം. എല്ലാവരും പോയി. ഫോൺ ഇവിടെ ഇരിക്കുക. അപ്പോൾ ഒരാൾ വന്ന് നോക്കിയിട്ട് രക്ഷിക്കപ്പെട്ട കൃപയിൽ നിൽക്കുന്ന ഒരു ദൈവവേദിലാണ് വന്ന് നോക്കിയിട്ട് അങ്ങ് എടുത്താലോ എന്ന് ചിന്തിച്ചപ്പോൾ അകത്തിരുന്ന് പരിശുദ്ധാത്മ പറയാ, എടുക്കരുത്, ഇതിനൊരു ഉടമസ്ഥനുണ്ട്, വന്നെടുത്തോളൂ. ഹലോ, ഇതിൻ്റെ പേരാ നീതിബോധം. മനസ്സിലായോ? പാപബോധം എന്നാന്ന് ഞാൻ പറയാം. ഈ ഫോൺ എടുത്തങ്ങ് പോക്കറ്റിലിട്ടു. ഇതുകൊണ്ടങ്ങ് വീട്ടിൽ ചെന്നിട്ട് പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ ഒരു വല്ലാത്ത കുറ്റബോധം അടിച്ചോണ്ട പോരുണ്ടായിരുന്നു. പാപബോധം എപ്പോഴും പാപം ചെയ്തതിന് ശേഷം ഉണ്ടാകുന്നതാണ്. പക്ഷെ നീതിബോധം പാപം ചെയ്യുന്നതിന് മുമ്പ് സംഭവിക്കുന്നതാണ്. എനിക്കറിയത്തില്ല എത്ര പേർ ഇവിടെ കിട്ടിയെന്ന്. നീതിബോധമുള്ളവന് നുണ പറയാൻ പറ്റത്തില്ല. അവൻ വാ തുറക്കുമ്പോൾ നീതി അവൻ്റെ അകത്തിരുന്ന് പറയില്ലെന്ന്. കേൾക്കുന്നുണ്ടോ? സ്വതന്ത്രം. അപ്പൊ നീതിബോധം അതാ പറയുന്നത്. നമ്മൾ നീതിക്ക് ദാസന്മാരായി, നമ്മൾ ദൈവത്തിന് ദാസന്മാരായി. കണ്ടോ? അപ്പോ നമ്മൾ പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോ യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റു പറഞ്ഞ് നമ്മൾ ഹൃദയത്തിൽ സ്വീകരിച്ച് നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോ നമ്മൾ ദൈവത്തിന്റെ ദാസന്മാരായി, നമ്മൾ നീതിക്ക് ദാസന്മാരായി. ഉള്ളത് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ക്രിസ്തുവിലാവുന്നു. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടവരോട് ഞാൻ പറയാം, നിങ്ങൾ ക്രിസ്തുവിലാണ്. ചേർന്ന രാമൻ പറഞ്ഞാട്ടെ. നിങ്ങളെവിടാ? ഉച്ചത്തിൽ പറ, നിങ്ങളെവിടാ?
പോരെ ശബ്ദം ഉയർത്തി പറ. നിങ്ങൾ എവിടാ? രക്ഷിക്കപ്പെട്ടവൻ ക്രിസ്തുവില. അച്ഛാ, ഞങ്ങൾ എന്തിനാണ് ഈ സുവിശേഷ യോഗം നടത്തുന്നത്? കഴിഞ്ഞ വർഷവും ഇതേ വേദി ഞാൻ പ്രസംഗിച്ചതാ. ഈ വർഷവും എന്തിനാണ് സൽമോൻ പാസ്റ്റർ യോഗം നടത്തുന്നത്? ഹല്ലേലൂയ. ഇവിടുത്തെ ദൈവസഭയ്ക്ക് ഒരുപാട് പണമുള്ളത് കൊണ്ടാണോ? പണമുള്ളത് കൊണ്ടല്ല യോഗം നടത്തുന്നത്. ഇത് ഈ മെസ്സേജ് പറയാൻ വേണ്ടിയാ, യേശുവിലേക്ക് വാ എന്ന് വിളിക്കാൻ വേണ്ടിയാ. സ്തോത്രം. എന്തിനാണ് സുവിശേഷ പ്രസംഗം? യേശുവിലേക്ക് വാ, അത് പറയാനാ സുവിശേഷ യോഗം. ഹല്ലേലൂയ. അതിന് ഇത്ര ശബ്ദ സംവിധാനം ഒക്കെ വെച്ചേക്കുന്നത്. അതിനാ ഞങ്ങളൊക്കെ വരുന്നത്. യേശുവിലേക്ക് വാ. ഹല്ലേലൂയ. അപ്പൊ വാസ്തവത്തിൽ ഒരാൾ യേശുവിനെ ഏറ്റു പറയുമ്പോ അയാൾ ക്രിസ്തുവിലാകുകയാണ്. ഈ സദ്വർത്തമാനം പറയാനാണ് ഈ യോഗം വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. അത് ഈ രക്ഷിക്കപ്പെടുന്നത് തന്നെയാണ് ക്രിസ്തുവിലാകുക എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് നമ്മളെ നയിക്കുന്നത് എന്ന് പറയാൻ ഒരു കാര്യമുണ്ട്. അത് ഈ 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 17-ാമത്തെ വാക്യമാണ്. ഒന്ന് എടുത്തോണേ. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 17-ാമത്തെ വാക്യം. അവിടെ എന്താ പറയുന്നതെന്നറിയോ? ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടി. എല്ലാവരും കൂടെ ചേർന്നെന്ന് പറഞ്ഞ്. ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ ആരായി? പുതിയ സൃഷ്ടി. ഒന്നൂടെ. ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ ആരായി? പുതിയ സൃഷ്ടി. രക്ഷിക്കപ്പെടുമ്പോഴാണെന്ന് നമ്മൾ പുതിയ സൃഷ്ടിയാകുന്നത്. പുതിയ സൃഷ്ടി. വാസ്തവത്തിൽ അത് വിവിധ ഭാഷാന്തരങ്ങളിൽ വിവിധ നിലകളിലാണ് അത് എഴുതിയിട്ടുള്ളത്. ചില ഭാഷാന്തരങ്ങളിൽ പറയുന്നത് anyone who is joined to Christ is a new being. അവനൊരു പുതിയ ആളത്വമായി മാറുകയാണ്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പദപ്രയോഗം ഞാൻ പറയാം. സ്തോത്രം. Now if anyone is enfolded into Christ, he has become an entirely new creation. അവിടെ എനിക്ക് ആ പദം ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. Anyone is enfolded into Christ. ആ വാക്ക് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചോണം. നമ്മൾ ക്രിസ്തുവിൽ അങ്ങ് എൻഫോൾഡഡ് ആകുക. എല്ലാവരും കൂടെ ചേർന്നെന്ന് പറഞ്ഞു. ക്രിസ്തുവിലാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്തുവിൽ പറഞ്ഞു എൻഫോൾഡഡ് ആകുക. എൻഫോൾഡഡ് ആകുക എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ചുറ്റിപ്പിടിക്കുക. എൻഫോൾഡഡ് എന്ന വാക്കിന്റെ ഡിക്ഷണറി മീനിങ് അതാ. ചുറ്റിപ്പിടിക്കുക, പൊതിഞ്ഞു പിടിക്കുക എന്നൊക്കെയാണ്. അപ്പൊ നമ്മൾ രക്ഷിക്കപ്പെടുമ്പോ, നമ്മൾ യേശുവിലേക്ക് വരുമ്പോ, നമ്മൾ ക്രിസ്തുവിനാൽ അങ്ങ് എൻഫോൾഡഡ് ആകുകയാണ്. ഇവിടെ ഈ പന്തൽ കിടപ്പുണ്ട്. സത്യത്തിൽ ജാനുവരി 1 പന്തലിന്റെ ആവശ്യം ഇല്ല. എന്നാൽ ഇവിടെ പന്തലുണ്ട്. ഈ പന്തലിന്റെ ഗുണം എന്നാണെന്നറിയാമോ? മഞ്ഞ് പേടിക്കണ്ട. മഞ്ഞ് പേടിക്കണ്ട. ചിലരെ തലയിൽ മഞ്ഞ് വീണാൽ അപ്പോഴേ പനിക്കുന്നവരാ. മഞ്ഞ് പേടിക്കണ്ട. മഴ പെയ്താൽ മഴ പേടിക്കണ്ട. കാരണം നമ്മൾ ഈ ടെന്റിനകത്താണ്. ഇതുപോലെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോ നമ്മൾ ക്രിസ്തുവിനാൽ അങ്ങ് എൻഫോൾഡഡ് ആകുകയാണ്. ഓ, ശബ്ദം ഉയർത്തി രാമൻ പറഞ്ഞോട്ടെ. ഗ്ലോറി. അപ്പൊ ഇതിന്റെ പുറത്ത് വീഴുന്ന മഞ്ഞിനെ ഇപ്പൊ പ്രതിരോധിക്കുന്നത് നമ്മളാണോ? അല്ല. ഇതിന്റെ പുറത്ത് കിടക്കുന്ന ഷീറ്റാ. ആ ഷീറ്റാണ് ഈ മഞ്ഞിനെ ഇതുപോലെ നമ്മൾ ക്രൈസ്റ്റിൽ അങ്ങ് എൻഫോൾഡഡ് ആകുന്നുവെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്കെതിരെ വരുന്ന സകലതിനെ പ്രതിരോധിക്കുന്നത് ക്രൈസ്റ്റ് ആയിരിക്കും. ഞാൻ ചില കുടുംബങ്ങളെ നോക്കി ആത്മാവിൽ പ്രവചിച്ചു പറയാ, ക്രിസ്തു നിങ്ങളെ പ്രതിരോധിക്കുകയാണ്. ഈ ചില ആളുകൾക്ക് ഈ മന്ത്രവാദത്തോടൊക്കെ ഭയങ്കര പേടിയാണ്. തെറ്റിപ്പൂവും പൂച്ചത്തലയും ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ തീർന്ന കാര്യങ്ങൾ. എന്തിനാ പൂച്ചത്തല കാണുന്നത്? തെറ്റിപ്പൂ മാത്രം കണ്ടാൽ മതി. ഈ അല്പം മഞ്ഞപ്പൊടിയോടെ ഒക്കെ കണ്ടാൽ പിന്നെ പറയണ്ട. എൻ്റെ പ്രിയപ്പെട്ടവരെ, തൂശനിലയും തെറ്റിപ്പൂവും പൂച്ചത്തലയും മഞ്ഞപ്പൊടിയും എല്ലാം കൂടെ കണ്ടാലും ഞാൻ ക്രിസ്തുവിലാണെന്ന ബോധ്യമുള്ളവൻ കുലുങ്ങത്തില്ല.
ആ ബോധ്യമാകത്തുള്ളവർ കരമടിച്ച് കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വി ആർ എൻഫോൾഡഡ് ഇൻ ടു ക്രൈസ്റ്റ്. നമ്മൾ ക്രിസ്തുവിനാൽ എൻഫോൾഡഡ് ആണ്. അതാ പറയുന്നത് ഇൻ ക്രൈസ്റ്റ്. എല്ലാവരും പറഞ്ഞേ എന്നാ ശബ്ദമുയർത്തി പറ. നമ്മൾ എവിടാണ്? ഇൻ ക്രൈസ്റ്റിലാണ്, നമ്മൾ ക്രിസ്തുവിലാണ്. എൻഫോൾഡഡ് ഇൻ ടു ക്രൈസ്റ്റ്. ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ആളുകളൊന്ന് ആരാധിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ ഈ കർത്താവിനെ കുറിച്ചൊന്നും പറഞ്ഞാൽ പോരാ. ശരിക്കും ആരാധിക്കാതിരിക്കുന്ന കൊച്ചമ്മ ആരാധിക്കാനുള്ള ഏറ്റവും നല്ല മരുന്ന് പോരാട്ടം പറയുക എന്നുള്ളതാണ്. സ്വതന്ത്രം. മല്ല് കെട്ടി വാത് കെട്ടി നിനക്കെതിരെ പോരാടുന്ന ചില പോരുകളെ ഇന്ന് രാത്രി കീഴടക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു നോക്കിയേ. കയ്യിലിരിക്കുന്ന ബൈബിൾ എടുത്തെറിഞ്ഞ് ചെയറും ചവിട്ടി പൊട്ടിച്ച് നമ്മൾ ആരാധിച്ചു കളയും. പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആളത്വം, വ്യക്തിത്വം, അങ്ങ് സ്വർഗം, സ്വർഗസിംഹാസനം, നിത്യത, നിത്യജീവൻ, ഇതൊന്നും പറഞ്ഞാൽ നമ്മൾ ചലിക്കത്തില്ല. പക്ഷേ ബാക്കിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇളകി മറിഞ്ഞങ്ങ് ആരാധിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയാം, പിശാചിനെ കേൾക്കുമ്പോഴല്ല ആരാധിക്കേണ്ടത്, കർത്താവിനെ കേൾക്കുമ്പോഴാണ് ആരാധിക്കേണ്ടത്. ആരാധന അതാ. എനിക്ക് തോന്നുന്നത് അത് എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മുടെ ഇടയിൽ ആരാണ്ട് പറഞ്ഞു തന്നു, ബന്ധനം അഴിയും, കെട്ടുകൾ അഴിയും ആരാധനയിൽ, രോഗം മാറും, ക്ഷീണം മാറും ആരാധനയിൽ. അതുകൊണ്ട് നമ്മളിപ്പോൾ ആരാധിക്കുക ഇതൊക്കെ ഒന്ന് അഴിയാൻ. ഞാൻ നിങ്ങളോട് പറയാം, പൗലോസും ശീലാസും ആരാധിച്ചതിൻ്റെ പേരിലാണ് നമ്മളത് പറയുന്നതെങ്കിൽ അവർ ബന്ധനം അഴിയാനല്ല ആരാധിച്ചത്. ആരാധിക്കുന്നത് അവരുടെ സ്വഭാവമായിരുന്നു. കേൾക്കുന്നവരുണ്ടെങ്കിലോ രാമേ പറ. ആരാധിക്കുന്നത് അവരുടെ സ്വഭാവം. ആ സ്വഭാവത്തിൽ നിന്ന് അവർ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം ഇറങ്ങി വന്നതാണ്. ബന്ധനം അഴിയാൻ ആരാധിക്കരുത്. ദൈവം ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ട് വേണം ആരാധിക്കാൻ. ഹല്ലേലൂയ. എല്ലാം മറന്ന് കർത്താവിനെ ആരാധിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കെതിരെ വരുന്നതിനെ കർത്താവ് പ്രതിരോധിക്കും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ചില കുടുംബങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ പറയാം, നിനക്കെതിരെ വരുന്ന സകലവിധ ആക്രമണങ്ങളെയും പ്രതിരോധിക്കുന്നത് നീയല്ല, നീ ആരിലാണോ മറഞ്ഞിരിക്കുന്നത് ആ കർത്താവ് നിനക്കെതിരെ വരുന്ന സകലതിനെയും പ്രതിരോധിക്കും. ഞാൻ ആത്മാവിൽ പറയട്ടെ, സകല ശാപങ്ങളെയും പ്രതിരോധിക്കും. സകല പാരമ്പര്യങ്ങളെയും പ്രതിരോധിക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് അടിച്ച് കർത്താവിനെ ഉച്ചത്തിൽ ഒന്ന് ആരാധിച്ചോ. നമുക്കെതിരെ വരുന്ന സകലതിനെയും യേശു പ്രതിരോധിക്കും. യേശുവാണ് നമ്മളെ പ്രതിരോധിക്കുന്നത്. കാരണം നമ്മൾ ക്രിസ്തുവിനാൽ എൻഫോൾഡഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, വി ആർ എൻഫോൾഡഡ് ഇൻ ടു ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നമ്മൾ എൻഫോൾഡഡ് ആണ്. അപ്പൊ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ ആരായി? അവൻ പുതിയ സൃഷ്ടിയായി. എല്ലാവരും കൂടെ പറഞ്ഞേ, അവൻ ആരായി? പുതിയ സൃഷ്ടി. ഒന്നുകൂടെ പറ, അവൻ ആരായി? പുതിയ സൃഷ്ടി. അതാ ഇൻ ക്രൈസ്റ്റ് റെവലേഷന്റെ ഒരു വലിയ മഹത്വം. അവൻ പുതിയ സൃഷ്ടിയായി. എനിക്കവിടെ ഇഷ്ടപ്പെട്ടത് എന്നാണെന്നറിയാമോ? അത് ഒരു ഭാഷാന്തരത്തിൽ എഴുതിയിരിക്കുന്നത്, all that is related to the old order has vanished. ഒന്നുകൂടെ ഞാൻ ആ ഭാഗം വായിക്കാം. all that is related to the old order has vanished. പഴയത് എല്ലാം vanished ആയി പോയി. എന്നാ പറഞ്ഞേ? പഴയതല്ല എന്ത് ചെയ്യൂ? പറഞ്ഞേ. നമ്മളെ പിടിക്കുമെന്ന് പറഞ്ഞ് പുറകെ വന്ന്, നമ്മളെ കീഴടക്കുമെന്ന് പറഞ്ഞ് പുറകെ വന്ന്, നമ്മളെ ഒതുക്കിക്കളയുമെന്ന് പറഞ്ഞ് പുറകെ വന്ന്, നമ്മളെ മുന്നോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ്, അതാ പോള് പറയുന്നത്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. മരിക്കുന്നത് എൻ്റെ ലാഭം, ജീവിച്ചാലോ ക്രിസ്തുവിൻ്റെ ലാഭം. ഒന്നുകൂടെ ഞാൻ പറയാം, മരിക്കുന്നത് എൻ്റെ ലാഭം, ജീവിക്കുന്നതോ പറഞ്ഞു ക്രിസ്തുവിൻ്റെ ലാഭം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വെള്ളിയാഴ്ച മരിക്കാഞ്ഞത് കൊണ്ട് വെള്ളിയാഴ്ച തോന്നിയാമല AGയുടെ കൺവെൻഷൻ ആയിരുന്നു, അവിടെ പ്രസംഗിച്ചു. ഞാൻ ഇന്നലെ മരിക്കാഞ്ഞത് കൊണ്ട് ഇന്നലെ കുന്നംകുളത്ത് IPCയുടെ സെൻട്രൽ കൺവെൻഷൻ ആയിരുന്നു, അതിനും പ്രസംഗിച്ചു. ഇന്ന് മരിക്കാഞ്ഞത് കൊണ്ട് ഇവിടെ പ്രസംഗിച്ചു. ഇനി ഇന്ന് മരിക്കുന്നില്ലെങ്കിൽ നാളെ രാത്രി പൂയപ്പള്ളി പ്രസംഗിക്കും, കൊട്ടാരക്കരെ. ഞാൻ പറഞ്ഞത്, ജീവിക്കുന്നത് വാസ്തവത്തിൽ ആർക്ക് വേണ്ടിയാ? പറഞ്ഞു, നമ്മൾ ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി. മരിക്കുകയാണല്ലോ
അതും ക്രിസ്തുവിന് വേണ്ടിയാ. ആമേൻ. അതാ വാസ്തവത്തിൽ ഈ ക്രൈസ്റ്റ് സെന്റേർഡ് ലിവിങ് എന്ന് പറയുന്നത്, ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം. അതാ, ജീവിച്ചാലും ക്രിസ്തു, മരിച്ചാലും ക്രിസ്തു. ചിക്കു കുര്യാക്കോസ് പാടിയ ഒരു പാട്ട്, വളരെ വളരെ സുന്ദരമായ ഒരു പാട്ട്. ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനായി, പാടിയിടുന്നു എങ്കിൽ ദൈവത്തിനായി. ഒന്നുകൂടെ പഠിക്കുക എല്ലാവരും ചേർന്ന്. ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനായി, പാടിയിടുന്നു എങ്കിൽ ദൈവത്തിനായി. നല്ല ദാസനായി ഞാൻ തീർന്നതീനാ, എൻ മരണം എനിക്കതു ലാഭം. പാടികേ. നല്ല ദാസനായി ഞാൻ തീർന്നതീനാ, എൻ മരണം എനിക്കതു. എല്ലാവരും ചേർന്ന് പാടികേ. ജീവിക്കുന്നു എങ്കിൽ ഓ, പാടിയിടുന്നു എങ്കിൽ ദൈവത്തിനായി. ഒന്നിച്ച് പാടിക്കേ. ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനായി, പാടിയിടുന്നു എങ്കിൽ ദൈവത്തിനായി. നല്ല ദാസനായി ഞാൻ തീർന്നതീനാ, എൻ മരണം എനിക്കതു ലാഭം. നല്ല ദാസനായി ഞാൻ തീർന്നതീനാ, എൻ മരണം എനിക്കതു ലാഭം. ജീവിക്കുകയാണെങ്കിൽ യേശുവിന് വേണ്ടി. ഹല്ലേലൂയ. ഇന്ന് രാത്രി കുറഞ്ഞ പക്ഷം അങ്ങനെങ്കിലും ഒന്ന് സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ ഈ യോഗം അനുഗ്രഹിക്കപ്പെട്ടു കേട്ടോ. ഹല്ലേലൂയ. നമ്മുടെ ശബ്ദം നിലയ്ക്കുന്നത് വരെ. ഹല്ലേലൂയ. അങ്ങനെ ഒരു പാട്ടുണ്ട്, എനിക്കത് അതിൻ്റെ കൃത്യമായ ഓർഡർ അറിയത്തില്ല. എൻ ജീവൻ പിരിയും വരെ, എൻ ശ്വാസമൊഴിയും വരെ. എൻ്റെ പ്രിയരെ, നമുക്ക് ദൈവം തന്ന ജീവൻ നമ്മളെ വിട്ട് പിരിയുന്നത് വരെ, നമ്മുടെ ശ്വാസം നമ്മെ വിട്ട് പോകുന്നത് വരെ നാം ജീവിക്കുകയാണെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി. ആ കൊതിയുള്ള എത്ര പേരുണ്ട്? വാ തുറന്ന് അതൊന്ന് കർത്താവിനോട് പറഞ്ഞ്, എന്റെ കർത്താവേ, ഞാൻ ജീവിക്കുന്ന നാൾ വരെ, എന്റെ ജീവൻ എന്റെ ശരീരത്തെ പിരിയുന്നത് വരെ, എന്റെ ശ്വാസം എന്റെ തൊണ്ടക്കുഴിയിൽ നിന്ന് വിട്ടുമാറുന്നത് വരെ ഞാൻ അങ്ങയെ ആരാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതാ വാസ്തവത്തിൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഇതാ നമ്മളിൽ നിന്ന് ദൈവം കാണാൻ കൊതിക്കുന്ന കാര്യം. ഇതാ നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം. ഹല്ലേലൂയ. നമ്മൾ ക്രിസ്തുവിലാകുക. സ്തോത്രം. വാസ്തവത്തിൽ ഈ ക്രിസ്തുവിലാകുന്നതിന് മുൻപ് നമ്മുടെ അവസ്ഥ എന്നാന്ന് അറിയാം. നമ്മൾ ആദാമിലായിരുന്നു. റോമലേഖനം 5-ാം അധ്യായത്തിൽ അത് മൊത്തം കിടക്കുന്നത്. നമ്മൾ ആദാമിലായിരുന്നു. ഈ ആ കാലഘട്ടത്തിന്റെ കുറെ പ്രോബ്ലംസ് ഉണ്ട്. ഞാൻ 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം തൊട്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരാം. ബൈബിള് കൊണ്ടുവന്നിട്ടുള്ളവർ ഒന്ന് തുറന്നു. 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം നോക്കിയേ. ഏകന്റെ ലംഘനത്താൽ മരണം ഏകൻ നിമിത്തം വാണുവെങ്കിൽ. അപ്പോ ആദാമിലായിരുന്ന കാലഘട്ടത്തിൽ നമ്മളിൽ ആ മരണം വാഴുകയായിരുന്നു. സ്തോത്രം. 18-ാമത്തെ വാക്യം നോക്കിയേ. ഏകന്റെ ലംഘനത്താൽ സകല മനുഷ്യർക്ക് ശിക്ഷാവിധി വന്നു. ആദാമിലായിരുന്ന കാലം നമ്മൾ ശിക്ഷാവിധിക്കകത്തായിരുന്നു. 19-ാമത്തെ വാക്യം നോക്കിയേ. ഏകന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി. അപ്പോൾ നമ്മൾ മരണം വാണവരായിരുന്നു. നമ്മൾ ശിക്ഷാവിധിക്കകത്ത് കിടന്നവരായിരുന്നു. നമ്മൾ പാപികളായിരുന്നു. എന്നാൽ ഇപ്പോ നമ്മൾ ആദാമിൽ നിന്ന്
നമ്മൾ ക്രിസ്തുവിലേക്ക് വന്നപ്പോ, എൻ ക്രിസ്റ്റോസ്, അങ്ങനെയാണ് ഗ്രീക്ക് ബൈബിൾ പറയുന്നത്, എൻ ക്രിസ്റ്റോസ്. നമ്മൾ ക്രിസ്തുവിലേക്ക് വന്നപ്പോ ഇപ്പൊ എന്താ? പാപം മരണം വാണയിടത്ത് ഇപ്പൊ കൃപ വാഴുന്നു. ഒരാമേ പറഞ്ഞാട്ടെ. മരണം വാണയിടത്ത് ഇപ്പോൾ കൃപ വാഴുന്നു. ശിക്ഷാവിധി വാണയിടത്ത് ഇപ്പോൾ നീതീകരണം വാഴുന്നു. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. കണ്ടോ വ്യത്യാസം? കണ്ടോ? പാപം വാണയിടത്തുനിന്ന് നമ്മൾ ഇപ്പോൾ കൃപ വാഴുന്ന ഇടത്തേക്ക് വന്നു. മരണം വാണയിടത്ത് നിന്ന് ഇപ്പോൾ ജീവൻ വാഴുന്ന ഇടത്തേക്ക് വന്നു. ശിക്ഷാവിധി വാണയിടത്ത് നിന്ന് ഇപ്പോൾ നീതീകരണം വാഴുന്ന ഇടത്തേക്ക് വന്നു. കാതലായ മാറ്റങ്ങൾ നമ്മിൽ സൃഷ്ടിക്കപ്പെട്ടു. ഇന്ന് രാത്രി ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നത്, സുഹൃത്തേ, ഈ മാറ്റത്തിലേക്ക് വരിക എന്നാണ്. ഇന്നിനെ ഈ പാപത്തിന്റെ വാഴ്ചയ്ക്കകത്ത് നിങ്ങൾ തീരുന്നത്, വാ. എന്തിനാണ് ഈ മരണത്തിനകത്ത് ജീവിക്കുന്നത്? വാ ജീവനിലേക്ക്. എന്തിനാ ഈ ശിക്ഷാവിധിക്കകത്ത് ജീവിക്കുന്നത്? വാ നീതീകരണത്തിലേക്ക്. ഇതാ ക്രിസ്തുവിൽ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതിന് കണക്റ്റഡ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ഉപമയാണ്, അല്ലെങ്കിൽ ഒരു ഉദാഹരണമാണ് നാം ജഡത്തിലായിരുന്നു എന്ന് പറയുന്നത്. നാം ജഡത്തിലായിരുന്നു. ഇപ്പൊ നമ്മൾ എവിടായി? ഇപ്പൊ നമ്മൾ ആത്മാവിലായി. ഒരിക്കൽ ജഡമാണ് നമ്മളെ നയിച്ചത്. ഇപ്പൊ നമ്മളെ ആരാ നയിക്കുന്നത്? നമ്മളെ ആത്മാവ് നയിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വാസ്തവത്തിൽ ഒരു വലിയ മാറ്റത്തിലേക്ക് വരികയാണ്. ഇനി ഈ ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ, സ്തോത്രം, വാസ്തവത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഐഡന്റിറ്റി മാറി. നമ്മുടെ ഐഡന്റിറ്റി മാറി. എല്ലാവരും കൂടെ പറഞ്ഞേ, എന്താ? നമ്മുടെ ഐഡന്റിറ്റി മാറി. ഐഡന്റിറ്റി, സ്തോത്രം. ഐഡന്റിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ആ സത്വം ശരിക്കും അങ്ങ് മാറി കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. പഴയ ജീവിത ശൈലിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കിടന്നിരുന്ന ആ സംഗതികൾ മുഴുവൻ മാറി. നമ്മുടെ ഐഡന്റിറ്റി മാറി. അത് മാത്രമല്ല, നമ്മുടെ ഓൾഡ് വേൾഡ് വ്യൂ മാറി. ഇപ്പം നമുക്കുള്ള വ്യൂ എന്ന് പറയുന്നത് ഒരു ന്യൂ വ്യൂ ആ. ഓ സ്തോത്രം. ലോകവുമായിട്ട് മാറ്റമുണ്ടോ പ്രിയരെ? ലോകവുമായിട്ട് കാഴ്ചപ്പാടിൽ മാറ്റമില്ലെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല കേട്ടോ. രക്ഷിക്കപ്പെട്ടവന് ലോകം സുഹൃത്തല്ല. രക്ഷിക്കപ്പെട്ടവന് ലോകം ശത്രുവാ. സ്തോത്രം. നമ്മൾ അങ്ങനല്ലേ പാടുന്നത്? ലോകമെനിക്കു വേണ്ട, ലോകത്തിനിമ്പം വേണ്ട, പോകേണമേശുവിൻ പാതേ നോക്കി. ലോകമെനിക്കു വേണ്ട, ലോകത്തിനിമ്പം വേണ്ട, പോകേണമേശുവിൻ പാതേ നോക്കി. ഏകുന്നു സമസ്തവും ഞാൻ എൻ്റെ ഏകനാഥനെ നിനക്കായി. ഏകുന്നു സമസ്തവും ഞാൻ എൻ്റെ ഏകനാഥനെ നിനക്കായി. അങ്ങോട്ട് പഠിക്കേ. ഏകുന്നു സമസ്തവും ഞാൻ എൻ്റെ ഏകനാഥനെ നിനക്കായി. എന്താ പറഞ്ഞത്? നമ്മുടെ ഓൾഡ് വ്യൂ മാറി. ഓൾഡ് വ്യൂ, നമ്മൾ ലോകത്തിന്റെ സ്നേഹിതന്മാരായിരുന്നു, ലോകത്തെ ആസ്വദിച്ചവരാ. പക്ഷെ ഇപ്പൊ നമ്മുടെ വ്യൂ മാറി. ഇപ്പൊ നമ്മൾ ലോകത്തെ ആസ്വദിക്കുന്നവരല്ല. ലോകത്തെ ആസ്വദിക്കുന്നവരെ കുറിച്ച് ബൈബിൾ പറയുന്നത് ദൈവത്തിന്റെ ശത്രു എന്നാണ്. യാക്കോബിന്റെ ലേഖനത്തിൽ അങ്ങനെ പറയുന്നത് വ്യഭിചാരിണികളായുള്ളവരെ. ശരിക്കും രക്ഷിക്കപ്പെട്ട അനന്തരവും ലോകവുമായിട്ട് ബന്ധം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ ബൈബിൾ വിളിക്കുന്ന പേര് സ്പിരിച്വൽ അഡൾട്ടറസ് എന്ന്. സ്പിരിച്വൽ അഡൾട്ടറിയാണ് സംഗതി. സ്തോത്രം. അതായത് ഒരു ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ആ ഭർത്താവിനെ വിട്ട് ഒരു സ്ത്രീ വേറൊരാളിൻ്റെ പുറകെ പോകുന്നതിന് നമ്മൾ എന്തു പേരാണോ പറയുന്നത്, ഇത് തന്നെയാണ് യേശുവിലേക്ക് വന്നിട്ട് ലോകത്തിൻ്റെ പിന്നാലെ പോകുന്നവരെ വിളിക്കുന്നത്.
അതാ യാക്കോബ് 4:4 പറയുന്നത്. വ്യഭിചാരിണികളായുള്ളവരെ, ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമെന്ന് അറിയുന്നില്ലയോ? അപ്പോ ക്രിസ്തുവിലേക്ക് വന്നപ്പോ നമ്മുടെ ഐഡന്റിറ്റി മാറി. ക്രിസ്തുവിലേക്ക് വന്നപ്പോ നമ്മുടെ വേൾഡ് വ്യൂ മാറി. സ്തോത്രം. ഞാൻ പറയട്ടെ, അടുത്ത ഒരു കാര്യം, ക്രിസ്തുവിലേക്ക് വന്നപ്പോ നമ്മുടെ ഓൾഡ് കവനന്റുകൾ പൊളിയുന്നുണ്ട് കേട്ടോ. ഓൾഡ് കവനന്റുകൾ. ഈ ഓൾഡ് കവനന്റ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാകത്തില്ല. ഞാനൊന്ന് ഫ്രെയിം ഔട്ട് ആകുകയാണ്, ഒന്ന് സെറ്റ് ചെയ്തോണേ. ഓൾഡ് കവനന്റ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാകത്തില്ല. എന്താ ഈ ഓൾഡ് കവനന്റ് എന്ന് ഞാൻ പറയാം, മൈക്കില്ലാതെ പറയാൻ വേണ്ടി അടുത്ത് വന്ന് നിൽക്കുന്നത്. ഓൾഡ് കവനന്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? പലയിടത്തും കൊണ്ട് പലരെയും ഇതുപോലുള്ള പരിപാടിയൊക്കെ ചെയ്ത് അവിടെ ഉറപ്പിച്ചു വെച്ചേക്കുക. അങ്ങനെയുള്ളവർ ക്രിസ്തുവിലേക്ക് വരുമ്പോ ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ആ ഓൾഡ് കവനന്റുകൾ പൊളിയും. ഞാനത് പറയുമ്പോൾ ചിലർക്കെങ്കിലും ആശയക്കുഴപ്പമുണ്ട്. കർത്താവേ, അങ്ങനെയൊക്കെ കൊച്ചിനെ കൊണ്ട് വെച്ചേക്കുക, രക്ഷിക്കപ്പെട്ടു, ഇപ്പോഴും അതിൻ്റെ ആ കെട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്ന ആള്. ഒരിക്കലും എന്നോട് ഒരാൾ ചോദിച്ചു, ഇനി അത് ചെയ്യണോന്ന്. കൊടുക്കാമെന്ന് പറഞ്ഞ കാര്യം ഇനി കൊണ്ട് കൊടുക്കണോ? അങ്ങനെ എന്നോട് ഒരിക്കലും ഒരാൾ ചോദിച്ചത്, പാസ്റ്ററെ, ഞങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു, ഇനി അത് ചെയ്യേണ്ടതുണ്ടോ? ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ശരിക്കും ഇൻ ക്രൈസ്റ്റിലാണെങ്കിൽ, നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിൽ ഓൾഡ് കവനന്റുകളെ ദൈവം പൊളിക്കുക. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്ത് കരമടിച്ചൊന്ന് ആരാധിച്ചോ. ഇന്ന് രാത്രി ഏതെങ്കിലും വിധത്തിൽ ആരുടെയെങ്കിലും മേൽ അങ്ങനെ ഒരു ഭയം കിടപ്പുണ്ടെങ്കിൽ ഞാൻ നിയോഗത്തോട് പറയട്ടെ, നിന്റെ ഓൾഡ് കവനന്റുകളെ ദൈവം പൊളിക്കുന്നു. എത്ര പേർക്ക് ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്യാൻ പറ്റും? നിങ്ങളൊന്ന് കണ്ണടച്ച് നിങ്ങളൊരു മിനിറ്റ് ഒന്ന് പറഞ്ഞ്, ഒരു മിനിറ്റ് നിങ്ങളുടെ ആത്മതലത്തിലൊന്ന് പറഞ്ഞ്, ഇതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തവരാണ് നിങ്ങളെങ്കിൽ, ചിലയിടത്തൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ക്രിസ്തുവിലായതുകൊണ്ട് പഴയ കവനന്റുകളുമായി എനിക്കൊരു ബാധ്യതയും ഇല്ല എന്ന് ആത്മാവിലൊന്ന് വിളിച്ചു പറഞ്ഞ പ്രിയരെ, ആത്മാവിലൊന്ന് വിളിച്ചു പറഞ്ഞ്, ഈ പഴയ സംഗതികളുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. ഒന്ന് വിളിച്ചു പറഞ്ഞ് നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്രസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആത്മാവിലൊന്ന് പറഞ്ഞു. നിന്റെ തലമുറയുടെ മേൽ കിടക്കുന്ന ആ പിടിയെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പൊട്ടിക്കാൻ പോവുകയാണ്. നിന്റെ കുടുംബത്തിന് മേൽ കിടക്കുന്ന ആ പിടിയെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പൊട്ടിച്ചു കളയാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിൽ കിടക്കുന്ന ആ പിടിയെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പൊട്ടിക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ അതൊന്ന് കൺഫസ് ചെയ്ത് അന്യഭാഷകളൊന്ന് ആരാധിച്ചോ. ഈ രാത്രി ആ മേഖലയ്ക്കകത്ത് ഒരു വലിയ വിടുതൽ, ഒരു ഭയങ്കര ഡെലിവറൻസ് ഇന്ന് രാത്രി ചില ഓൾഡ് കവനന്റുകളെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് വെട്ടിക്കളയുന്നു. നിയോഗത്തോടൊന്ന് ആരാധിച്ചോ. നിന്റെ തലമുറയുടെ മേൽ അവയ്ക്ക് ഇനി സ്ഥാനമില്ല. ആത്മാവിലത് പറയച്ചാ, ആത്മാവിലത് പറ. അമ്മാമേ അത് പറഞ്ഞേ, ആത്മാവിൽ പറഞ്ഞേ, എന്റെ തലമുറയുടെ മേൽ ഇനി അവയ്ക്ക് സ്ഥാനമില്ല. ആ പഴയ കവനന്റുകൾ യേശുവിന്റെ നാമത്തിൽ പൊളിഞ്ഞുപോയി. നമുക്കറിയാം, റാഹേലിന്റെ പിന്നാലെ ഒരു ഓൾഡ് കവനന്റ് യാത്ര ചെയ്തായിരുന്നു. അപ്പന് വിലപിടിപ്പുള്ള ഒരു സാധനം അടിച്ചു മാറ്റിക്കൊണ്ട് വന്ന് അതിൻ്റെ പുറത്ത് കയറിയിരുന്ന ഒരു കൊച്ചമ്മ, ആ ഓൾഡ് കവനന്റ് ഒടുവിൽ അവളെ എവിടെ എത്തിച്ചെന്നറിയാമോ? വഴിയരികിൽ ഒരു കല്ലറയ്ക്കകത്ത്, സെൽസകലിൽ കല്ലറയ്ക്കകത്ത് ആ കൊച്ചമ്മയെ കൊണ്ടെത്തിച്ചു. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയട്ടെ, ആ പഴയ കവനന്റുകളെ ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് പൊളിക്കുന്നത് കൊണ്ട് വഴിയരികിൽ
പുറകിൽ നിനക്കൊരു കല്ലറയില്ല. നീ വിശ്രമിക്കേണ്ട ഇടത്തായിരിക്കും വിശ്രമിക്കാൻ പോകുന്നത്. ആത്മാവിലൊന്ന് ആരാധിച്ച വേർഡിന്, ആ വെളിപ്പാടിനെ ഒന്ന് റിസീവ് ചെയ്തോ യേശുവിന്റെ നാമത്തിൽ. രാധാന സകൽ കമന ഘടകദന റാന്തൽ ജനാഥനെ രഗൽ കമാനി അർത്ഥബാനിയ ശാന്തൽ ജനാഥന. അപ്പൊ നമ്മുടെ ഓൾഡ് ഐഡന്റിറ്റി മാറി, നമ്മുടെ ഓൾഡ് വേൾഡ് വ്യൂ മാറി, നമ്മുടെ ഓൾഡ് കവനന്റ് മാറി. ജീസസ്, ഞാൻ പറയട്ടെ, നമ്മളുടെ ഓൾഡ് റിലേഷൻഷിപ്പുകൾ മാറി. ഓൾഡ് റിലേഷൻഷിപ്പുകൾ മാറി. ഒന്നുകൂടെ ഞാൻ പറയാം, എന്താണ് നമ്മളുടെ ഓൾഡ് റിലേഷൻഷിപ്പുകൾ? എല്ലാവരും കൂടെ പറഞ്ഞേ, എന്താ നമ്മുടെ പറഞ്ഞോ നമ്മുടെ ഓൾഡ് റിലേഷൻഷിപ്പുകൾ. അതെനിക്ക് ഈ പരസ്യ സ്ഥലത്ത് വിശദീകരിക്കുവാൻ പ്രയാസമുണ്ട്, എങ്കിലും ഞാനത് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് പോലെ പറയാം. നമ്മളെ എത്തിപ്പിടിക്കുവാൻ സാധ്യതയുള്ള ആ പഴയ കണക്ടിവിറ്റികളെ, ആ പഴയ റിലേഷനുകളെ ദൈവത്തിൻ്റെ ആത്മാവ് ആക്ഷരികമായി ക്യാൻസൽ ചെയ്യുകയാണ്. ആ ഓൾഡ് റിലേഷനുകളെ ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ആത്മാവിലൊന്ന് ആരാധിച്ച് ആ പാരമ്പര്യത്തിന് നിന്റെ മേൽ ഇനി കണക്ഷൻ ഇല്ലെന്ന്, ആ ഓൾഡ് റിലേഷനുകളെ ദൈവം പൊളിച്ചു. കാരണം നീ ഇപ്പോൾ ക്രിസ്തുവിൽ ആണ്. വിശ്വസിക്കുന്നവർ ആത്മാവിൽ ആരാധിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയാണ്. നമ്മളിപ്പോൾ ക്രിസ്തുവിൽ ആണ്. അർത്ഥമനഘടകഥന രഗദൽ ഖമനിയാം തൽ ജനാംസിയ അർത്ഥമനഘടകഥന ലാം ഷാൽ ജനാംസിയ അർത്ഥമസന്തൽ ജനാധിയ അർത്ഥമസന്തൽ ജനാംസിയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോൾ ക്രിസ്തുവിനാൽ എൻഫോൾഡഡ് ആണ്. ആമേൻ. നമ്മളിപ്പോൾ ക്രിസ്തുവിൽ യുണൈറ്റഡ് ആണ്. ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു പറഞ്ഞില്ലേ പ്രിയരെ, ഇതാ യേശു പറഞ്ഞത്, ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് ഒരു കാര്യമില്ല. ഒന്നുകൂടെ പറ, അവൻ എന്നോട് പോരാ, ശബ്ദം ഉയർത്തി പറ, എന്നോട് ഒരു കാര്യമില്ല. ഒന്നും കൂടെ പറഞ്ഞാൽ, അവൻ്റേതൊന്നും എൻ്റെ കയ്യിലില്ല. അവനെ പിടിക്കാൻ പറ്റിയതൊന്നും എൻ്റെ കയ്യിലില്ല. അവനുമായി അവൻ കയറി കണക്റ്റഡ് ആകുന്നതൊന്നും എൻ്റെ കയ്യിലില്ല. എത്ര പേർക്ക് ആത്മാവിൽ അതൊന്ന് പറയാൻ പറ്റൂ? പിശാചിന് അവകാശം പറയാനുള്ളതൊന്നും എൻ്റെ കയ്യിലില്ല. അങ്ങനെ ആത്മാവിലൊന്ന് ധൈര്യപ്പെടാൻ കഴിയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ പരിസരം ഒന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കോ. പിശാചിന് അവകാശം പറയാനുള്ളതൊന്നും എൻ്റെ കൈവശം ഇല്ല. ഞാൻ ക്രിസ്തുവിൽ നിറഞ്ഞവനാണ്, ഞാൻ ക്രിസ്തുവിൽ മറഞ്ഞവനാണ്, ഞാൻ ക്രിസ്തുവിനാൽ പൊതിയപ്പെട്ടവനാണ്. ഈ വചനം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സെക്കറിയ പ്രവചനത്തിൽ പറയുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണം. അത് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട. അവിടെ കർത്താവ് പറയുന്നുണ്ട്, യെരൂശലേം മതിലില്ലാതെ തുറന്നു കിടന്നാലും ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും. ഞാൻ ആരായിരിക്കും? ഉച്ചത്തിൽ പറ, ഞാൻ ആരായിരിക്കും? തീമതിലായിരിക്കും. നമ്മൾ പല ടൈപ്പ് മതിൽ കണ്ടിട്ടുണ്ട്. സ്നേഹമതിൽ കണ്ടിട്ടുണ്ട്, ഹോളോബ്രിക്സ് കൊണ്ടുള്ള മതിൽ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ പല ടൈപ്പ് മതിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ കർത്താവ് പറയുകയാണ്, നമ്മൾ കാണാത്ത ഒരു മതിൽ കർത്താവ് പറയുക, ഞാൻ തീമതിലായിരിക്കും. തുറന്ന് കിടക്കുന്നത് കൊണ്ട് ചാടിക്കേറി വരാമെന്നൊന്നും ആരും കരുതണ്ട. തുറന്ന് കിടക്കുന്നത്, പക്ഷെ ഞാൻ തീമതിലാണ്. നീ അടുത്താൽ നിന്നെ കത്തിച്ചു കളയും. പിടികിട്ടുന്നവരുണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് അടുത്താൽ നിന്നെ കത്തിച്ചു കളയും. ഇന്ന് രാത്രി ഇതുപോലൊരു സുരക്ഷിതത്വമാണ് ക്രിസ്തുവിൽ നമുക്കുള്ളത്. ക്രിസ്തുവിൽ ചിലതൊക്കെ ഇവിടെ ഈ ഹാലജൻ ലൈറ്റ് കത്തുന്നുണ്ടല്ലോ. നിങ്ങൾ ആ അംബർ ലൈറ്റിലേക്ക് നോക്കിയാൽ അറിയാം, അത് മുഴുവൻ പ്രാണികളാണ്. ഇടയ്ക്ക് ഈ ഫ്രൈ ചെയ്ത മണം വരുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഈ പ്രാണി തീക്കകത്ത് കത്തുന്നതാണ്. ഹല്ലേലൂയ. ഫ്രൈ ചെയ്ത മണം വരുന്നത് ഈ സാധനം ഇതിനകത്ത് കത്തുന്നത്. 1000 വോൾട്ടിന്റെ ഹാലജൻ ബൾബിനകത്ത് ഈ പ്രാണികൾ വന്ന് വീഴുമ്പോൾ ഫ്രൈ ചെയ്ത സ്മെല്ല് വരും, കത്തുന്നത്. ഞാൻ പറഞ്ഞത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിന്നെ അറ്റാക്ക് ചെയ്യുവാൻ നിൽക്കുന്ന ചില പറവകൾ കത്തുന്ന തീക്കകത്തെ വെന്തെരിഞ്ഞു പോകത്തേ ഉള്ളൂ.
കാരണം നീ പ്രൊട്ടക്റ്റഡ് ആണ്. നീ പ്രൊട്ടക്റ്റഡ് ആണ്. വിശ്വാസമുള്ളവർ അത് തിരിച്ചറിഞ്ഞിട്ട് ആത്മാവിൽ ഒന്ന് ആരാധിച്ചോ. ഞാൻ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ഞാൻ ക്രിസ്തുവിലായതുകൊണ്ട് ഞാൻ പ്രൊട്ടക്റ്റഡ് ആണ്. ജീസസ് പ്രൊട്ടക്റ്റഡ് ആണ്. ഒന്നൂടെ നമ്മളാരാ? വിശ്വാസി പറ, നമ്മളാരാ? പ്രൊട്ടക്റ്റഡ് ആണ്. സ്തോത്രം. സക്കറിയ പ്രവചനത്തിൽ ആ വാക്യം മാത്രമല്ല, കർത്താവ് പറയുന്നുണ്ട്, ഞാൻ അവർക്ക് ചുറ്റും പട്ടാളമായിരിക്കുന്നു. തീമതിൽ മാത്രമല്ല, ഞാൻ അവർക്ക് ചുറ്റും. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഒരു പോലീസുകാരൻ നമുക്ക് കാവലുണ്ടെങ്കിൽ തന്നെ എന്നാ ധൈര്യമല്ലേ? പിന്നെ മിലിറ്ററി ഇറങ്ങി നിൽക്കുന്ന കാര്യം നിങ്ങളൊന്ന് ആലോചിക്കുക. മിലിറ്ററി ചുമ്മാ കാച്ചത്തേ ഉള്ളൂ. മിലിറ്ററി കർത്താവ് പറയുക, ഞാൻ പട്ടാളമായിട്ട് ഇറങ്ങി നിൽക്കും. നമ്മുടെ പോലീസുകാർ ഉണങ്ങിയ മുളം തണ്ടും കൊണ്ടൊക്കെ അവരിങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. ഉണങ്ങിയ ചൂരവടി കൊണ്ടൊക്കെ അവരിങ്ങനെ വട്ടത്തിൽ കറങ്ങി നിൽക്കത്തേ ഉള്ളൂ. പക്ഷേ പട്ടാളത്തിൻ്റെ അടുക്ക് ചൊറിയാൻ ചെന്നാൽ അവർ കത്തിച്ച് കളയും. കർത്താവ് പറയുക, ഞാൻ അവർക്ക് ചുറ്റും പറ പട്ടാളമായിരിക്കും. പറ, ഞാൻ അവർക്ക് ചുറ്റും. ഞാൻ പറഞ്ഞത് ഇതാണ് ഇതിൻ്റെ സേഫ്റ്റിനെസ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ പഴയ ഈ ടൈപ്പ് സംഗതികളെല്ലാം പൊളിഞ്ഞു. പഴയ ഇതെല്ലാം പൊളിഞ്ഞു. നമ്മുടെ ഐഡൻറ്റിറ്റി മാറി. ഞാൻ 1-2 കാര്യങ്ങളൂടെ പറയാം എൻ്റെ പ്രിയപ്പെട്ടവരെ. ആമേൻ. ഈ നമ്മളെ പുതിയ സൃഷ്ടിയാക്കുന്നത് ക്രൈസ്റ്റ് ഈസ് ദ ഏജന്റ് ഓഫ് ന്യൂ ക്രിയേഷൻ. അങ്ങനെയാ പറയുന്നത്. ക്രൈസ്റ്റ് ഈസ് ദ ഏജന്റ് ഓഫ് ന്യൂ ക്രിയേഷൻ. Christ is the location of new creation. Christ is the pattern of new creation. അപ്പം നമ്മളെ പുതിയ സൃഷ്ടിയാക്കുന്ന ഏജന്റ് ക്രൈസ്റ്റ് ആണ്. നമ്മളെ പുതിയ സൃഷ്ടിയാക്കുന്ന ലൊക്കേഷൻ ക്രൈസ്റ്റ് ആണ്. നമ്മളെ പുതിയ സൃഷ്ടിയാക്കുന്ന പാറ്റേൺ അതും ക്രൈസ്റ്റ് ആണ്. ഒരു ആമേൻ പറഞ്ഞാട്ടെ. പോരാ, ശബ്ദം ഉയർത്തി. ഹല്ലേലൂയ. ഞാൻ ഈ ശബ്ദം ഉയർത്തി എന്നൊക്കെ പറയുന്നത് അതാ ആ കേൾക്കുന്ന വാക്കിൻ്റെ വെയിറ്റ് അനുസരിച്ച് പറയാൻ വേണ്ടിയാണ് പറഞ്ഞത്. ശബ്ദം ഉയർത്തി കർത്താവിനെ ആരാധിക്കണം. ഗ്ലോറി. ഹല്ലേലൂയ. അപ്പം നമ്മൾ ക്രിസ്തുവിൽ ആണ്. ആമേൻ. അതാ പറയുന്നത്, എനിക്ക് ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ അറിയാം. അപ്പം നമ്മൾ അറിയപ്പെടേണ്ടത് നമ്മുടെ പണത്തിൻ്റെ പേരിലല്ല. നമ്മൾ അറിയപ്പെടേണ്ടത് നമ്മുടെ സ്ഥാനത്തിൻ്റെ പേരിലുമല്ല. നമ്മൾ അറിയപ്പെടേണ്ടത് നമ്മുടെ കുടുംബത്തിൻ്റെ പേരിലും അല്ല. നമ്മൾ അറിയപ്പെടേണ്ടത് നമ്മൾ ക്രിസ്തുവിലാണ് എന്നുള്ളതിൻ്റെ പേരിലാണ്. അതാ പറഞ്ഞത്, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യൻ. എല്ലാവരും കൂടെ ചേർന്ന് ഒന്നുകൂടെ പറഞ്ഞ്, ആരാ? ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യൻ. പൗലോസ് പറയുക, എനിക്കൊരു മനുഷ്യനെ അറിയാം. ആരാ? ക്രിസ്തുവിലുള്ള ഒരു. വേറൊന്നും പറയാനില്ല. എന്നാ പറയാനുള്ളത്? ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യൻ. ഒന്നുകൂടെ, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യൻ. ഒന്നുകൂടെ പറഞ്ഞോ, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യൻ. ആന്ത്രപ്പോൺ എൻ ക്രിസ്റ്റോസ്. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യൻ. ഇതൊരു ഭൗതിക സ്ഥാനമല്ല, ഇതൊരു ആത്മീക അവസ്ഥയാണ്. നമ്മൾ ക്രിസ്തുവിലാണ്. ഇതിന് കുറേ വിശാലമായ ആശയങ്ങൾ പറയാനായിട്ടുണ്ട്. സ്തോത്രം. നമ്മൾ ക്രിസ്തുവിൻ്റെ ആ ജീവൻ്റെ പരിധിക്കുള്ളിലാണ്. ക്രിസ്തുവിലാണെന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിസ്തുവിൻ്റെ ജീവൻ്റെ പരിധിക്കുള്ളിലാണ്. നമ്മൾ ക്രിസ്തുവിലാണെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടുത്തെ അധികാരത്തിൻ്റെ പരിധിക്കുള്ളിലാണ്. നമ്മൾ അവിടുത്തെ കൃപയുടെ പരിധിക്കുള്ളിലാണ്. നമ്മൾ അവിടുത്തെ കർത്തൃത്വത്തിന്റെ പരിധിക്കുള്ളിലാണ്. ഹല്ലേലൂയ. സ്തോത്രം. മരിച്ചാലും ജീവിച്ചാലും ക്രിസ്തുവിൻ്റെതാണ് എന്ന ലെവലിലാണ്. കൃപ വിട്ടൊരു പരിപാടിയില്ല. ഹല്ലേലൂയ. നിങ്ങൾക്ക് ആ ഒരു ആശയം മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. നമ്മൾ ഈ പന്തലിനകത്ത്, എനിക്കറിയത്തില്ല ഇത് എത്ര നീളം വീതിയാണെന്ന്. 40 വീതി ഉണ്ടെന്ന് തോന്നുന്നല്ലേ? 40-70 40-80 ആയിരിക്കും ഈ പന്തൽ. എൻ്റെ ഒരു കാൽക്കുലേഷനിൽ പറയുക. ആമേൻ. ഇതിനകത്ത് നമ്മൾ എങ്ങനെ കറങ്ങിയാലും നമ്മൾ ഈ പരിധിക്കകത്തായിരിക്കും നിൽക്കുന്നത്. ഇതിനകത്ത് ഇതുപോലെയാണ്. നമ്മൾ ക്രിസ്തുവിലായതുകൊണ്ട് എങ്ങോട്ട് തിരിഞ്ഞാലും ആ ഒരു ലെവലിലാണ്. നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോൾ നമ്മുടെ അകത്ത് ബോധ്യം,
ഞാൻ ക്രിസ്തുവിലാ. നമ്മൾ ഓഫീസിൽ പോകുമ്പോൾ നമ്മുടെ അകത്തുള്ള ബോധ്യം നമ്മൾ ക്രിസ്തുവിലാ. നമ്മൾ വേറൊരു കാര്യത്തിന് പോകുമ്പോൾ നമ്മുടെ അകത്തുള്ള ബോധ്യം ഞാൻ എവിടാണ്? ക്രിസ്തു. അതാ ഞാൻ പറഞ്ഞേ, അവിടുത്തെ അധികാര പരിധിക്കകത്താണ്, അവിടുത്തെ കൃപയുടെ പരിധിക്കകത്താണ്, അവിടുത്തെ ശക്തിയുടെ പരിധിക്കകത്താണ്. ഗ്ലോറി. എൻ്റെ പ്രിയരെ, ഈ തിരിച്ചറിവിനകത്ത് നടക്കുന്ന ഒരാളെ എങ്ങനെയാണ് തകർക്കാൻ പറ്റുന്നത്? ഈ തിരിച്ചറിവിനകത്ത് നടക്കുന്ന ഒരാളെ എങ്ങനെയാണ് നശിപ്പിക്കാൻ പറ്റുന്നത്? ജീസസ്. ഉള്ളത് പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് അസ്വസ്ഥപ്പെടുന്നത് പലതും നമ്മൾ ഈ ഒരു ലെവലിലോട്ട് കയറി വരാത്തത് കൊണ്ടാണ് കേട്ടോ. ഭയങ്ങൾ നമ്മളെ അലട്ടുന്നത് ഈ ലെവലിൽ കയറി വരാത്തത് കൊണ്ടാണ്. സ്തോത്രം. ചില പറയത്തില്ല, ഭയങ്കര പോരാട്ടമുള്ള ഒരു സ്ഥലത്താണ് പാസ്റ്ററെ ഞാൻ ജീവിക്കുന്നത്. പക്ഷേ പിശാചിൻ്റെ സിംഹാസനമുള്ള ഇടത്ത് താമസിക്കുന്ന ഒരു സഭയെ ഞാൻ ചൂണ്ടിക്കാണിക്കാം ബൈബിളിൽ നിന്ന്. നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താൻ്റെ സിംഹാസനമുള്ള ഇടമെന്നും ഞാൻ അറിയുന്നു. സാത്താൻ്റെ സിംഹാസനം എന്ന് പറഞ്ഞാൽ ആ ഭാഗം നിങ്ങൾ സൂക്ഷ്മമായിട്ട് പഠിച്ചാൽ അസ്കലയോ പയസ് എന്ന സർപ്പദേവതയുടെ 800 അടി ഉയരമുള്ള ഒരു ആരാധനാ സ്ഥലമുള്ള ഇടത്താണ് സഭ. 800 അടി ഉയരം എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ പന്തല് 80 അടി നീളത്തിലാണെങ്കിൽ 800 അടി ഉയരത്തിൽ പണിയപ്പെട്ടിരിക്കുന്ന ഇതുപോലൊരു ഗോപുരം എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്ട് 1 കിലോമീറ്ററിൻ്റെ അടുക്കൽ വലിപ്പമുള്ള ഒരു വമ്പൻ പരിപാടി ഉള്ള ഇടത്ത് ഒരു സഭ. കർത്താവ് പറയുക, നീ എവിടെ പാർക്കുന്നെന്ന് എനിക്കറിയാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇടത്തും വലത്തും പോരാട്ടം ഉണ്ടാക്കുന്ന ചിലരുണ്ട് എന്നുള്ളതിനകത്ത് നിങ്ങൾ സങ്കടപ്പെടുവൊന്നും വേണ്ട. സാത്താൻ്റെ സിംഹാസനം ലൂസിഫർ ഡയറക്റ്റ് സിംഹാസനം ഇട്ടിരിക്കുന്നിടത്താണെ പോലും ക്രിസ്തുവിലാണെങ്കിൽ നിനക്ക് ജീവിക്കാൻ പറ്റും. ആ ബോധ്യമുള്ളവരെ നന്നായിട്ട് കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ട്. പിശാച് സിംഹാസനം ഇട്ടിരിക്കുന്ന ഇടത്താണെങ്കിലും നീ ക്രിസ്തുവിലാണെങ്കിൽ, ഞാനത് പറയുമ്പോൾ പഴയ നിയമത്തിലെ ഒരു ഭാഗം എൻ്റെ അകത്തേക്ക് പെട്ടെന്ന് കണക്റ്റ് ആകുന്നുണ്ട്. പെട്ടകം ദാഗോന്റെ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ പെട്ടകം പെട്ടിയായില്ല, പെട്ടകമായി തന്നെ തുടർന്നു. അടുത്ത ദിവസം അവർ വന്നപ്പോൾ ദാഗോൻ കയ്യും കാലും ഒടിഞ്ഞ് പെട്ടകത്തിന്റെ മുന്നിൽ കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞത്, എവിടെ ചെന്നാലും മഹത്വം ചുമക്കുന്നവൻ തന്നെയാണ്. കിട്ടിയവർ ആത്മാവിൽ കർത്താവിനെ ഒന്ന് ആരാധിച്ചേ. നീ എവിടെ ചെന്നാലും മഹത്വം ചുമക്കുന്നവനാണെങ്കിൽ ആ മഹത്വം നിന്നെ പ്രൊട്ടക്ട് ചെയ്യും. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, അനോയിന്റിങ് തരുന്ന ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് കേട്ടോ. അഭിഷേകം പ്രസംഗിപ്പിക്കുന്നത് മാത്രമല്ല, അഭിഷേകം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. ഹല്ലേലൂയ. ആത്മീക ജീവിതം നിത്യതയും നമ്മളെ എത്തിക്കുന്നത് മാത്രമല്ല, ഈ ഭൂമിയിൽ ആത്മീക ജീവിതം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുകയും കൂടെ ചെയ്യും. ജീസസ്. ഞാൻ പ്രൊട്ടക്റ്റഡ് ആണെന്ന് പറയാൻ പറ്റുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്? ഞാൻ പ്രൊട്ടക്റ്റഡ് ആണ്. ഒന്നുകൂടെ, ഞാൻ പ്രൊട്ടക്റ്റഡ് ആണ്. എത്ര പേര് ആത്മാവിൽ പറയും, ഞാൻ എവിടാണ്? ഞാന് പ്രൊട്ടക്റ്റഡ് ആണ്. ആമേൻ. ഇനി ഞാൻ ഈ ക്രിസ്തുവിലുള്ള മനുഷ്യരുടെ ചില വിശേഷതകളിലൂടെ ഞാൻ പറയാമേ. ഈ ക്രിസ്തുവിലുള്ള മനുഷ്യന്റെ ഒന്നാമത്തെ പ്രത്യേകത, അവൻ യേശു ക്രിസ്തുവിന്റെ മരണവുമായി ഐക്യപ്പെടും. യുണൈറ്റഡ് വിത്ത് ക്രൈസ്റ്റ് ഡെത്ത്. യേശുവിന്റെ മരണവുമായി ഐക്യപ്പെടും. യേശുവിന്റെ മരണവുമായിട്ട് എങ്ങനെയാണ് ഐക്യപ്പെടുന്നത്? അതിനൊറ്റ മാർഗമേ ഉള്ളൂ, അതാണ് സ്നാനം. അങ്ങനെ അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ നാം അവനോടുകൂടെ കുഴിച്ച് ഇടപെടുന്നു. കണ്ടോ, ക്രിസ്തുവിന്റെ മരണവുമായി പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ അത് സ്നാനമാണ്. ആ സ്നാനം നമ്മൾ വിശ്വസിക്കുന്നത് ഇൻഫാന്റ് ബാപ്റ്റിസം അല്ല, നമ്മൾ വിശ്വസിക്കുന്നത് മുഴുകൽ സ്നാനമാണ്. കാരണം ബൈബിൾ പറയുന്നതെല്ലാം മുഴുകൽ സ്നാനമാണ്. ഓഫ് കോഴ്സ് പാരമ്പര്യത്തിനകത്ത് പാരമ്പര്യം ഇൻഫാന്റ് ബാപ്റ്റിസം പറയുന്നുണ്ട്. ഇൻഫാന്റ് ബാപ്റ്റിസം പഠിപ്പിക്കാൻ തുടങ്ങി ഇയർ ഏതാണെന്ന് ഞാൻ വേണമെങ്കിൽ പറഞ്ഞു തരാം. അതുമാത്രമല്ല, അത്യാദി സകല ഫെയ്ത്തുകളും ചർച്ചിനകത്തേക്ക് കയറിയ കാലഘട്ടവും ഞാൻ പറഞ്ഞു തരാം. സ്തോത്രം. അത് പാരമ്പര്യം. പക്ഷെ ബൈബിൾ എന്താണ് പറയുന്നത്?
ബൈബിൾ ക്രിസ്തുവിനുള്ള മനുഷ്യൻ യേശുവിൻ്റെ മരണപുനരുത്ഥാനത്തോട് പങ്കാളി ആയിരിക്കും. ഒന്നുകൂടെ പറഞ്ഞാൽ അവൻ സ്നാനപ്പെടുന്നവൻ ആയിരിക്കും. ഇന്ന് രാത്രി കർത്തവുമായിട്ട് അവിടുത്തെ മരണപുനരുത്ഥാനങ്ങളുമായി യുണൈറ്റഡ് ആകാൻ കൊതിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഒരൊറ്റ മാർഗമേ ഉള്ളൂ, ഒന്നേകാൽ മാർഗമില്ല, അത് സ്നാനമാണ്. ഇന്ന് രാത്രി ഉറപ്പായിട്ട് വാൾട്ടർ കോൾ തരും. ആ സമയത്ത് സ്നാനപ്പെടുവാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സ്നാനപ്പെടുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ആ മരണ പുനരുത്ഥാനത്തോട് യുണൈറ്റഡ് ആകാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ ക്രിസ്തുവിലായിരിക്കുന്നവന്റെ ഒന്നാമത്തെ വിശേഷത, അവന് ക്രിസ്തുവിൻ്റെ മരണപുനരുത്ഥാനങ്ങളുമായി ഐക്യപ്പെടുകയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവൻ ക്രിസ്തുവിൻ്റെ നീതിയുമായി ഐക്യപ്പെടുകയാണ്. യുണൈറ്റഡ് വിത്ത് ക്രൈസ്റ്റ് റൈച്ചസ്നസ്, ക്രിസ്തുവിൻ്റെ നീതിയുമായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ നീതി കറ പിരണ്ട തുണി പോലെയാണ് കേട്ടോ. കറ പിരണ്ട തുണി പോലെയാണ് നമ്മുടെയൊക്കെ നീതി. അത് എന്ത് ചെയ്താലും കറ പുരണ്ട തുണി പോലെയാണ്. നമുക്ക് ഐക്യപ്പെടേണ്ടത് ക്രിസ്തുവിൻ്റെ നീതിയുമായിട്ടാണ്. ആ നീതിയുമായിട്ട് ഐക്യപ്പെടുക. ഇതിൻ്റെ പേരാണ് ജസ്റ്റിഫിക്കേഷൻ അഥവാ നീതീകരണം എന്ന് പറയുന്നത്. ഈ സത്യത്തിൽ നീതീകരണം എന്താണെന്ന് അറിയാമോ? പാപം ചെയ്ത ഒരു മനുഷ്യനെ പാപമേ ചെയ്യാത്ത ഒരുവനെ പോലെ ആക്കുന്നതിന് പറയുന്ന പേരാണ്. കിട്ടിയോ? ഒന്നുകൂടെ പറയാം. എന്താണ് ജസ്റ്റിഫിക്കേഷൻ? പാപം ചെയ്തു വന്ന ഒരു മനുഷ്യനെ പാപമേ ചെയ്യാത്ത ഒരുവനെ പോലെ ആക്കുന്നതിന് പറയുന്ന പേരാണ് ഏത്? ജസ്റ്റിഫിക്കേഷൻ. പാപമേ ചെയ്തിട്ടില്ല, അത് പാപത്തെ മറക്കുകയല്ല കേട്ടോ, പാപത്തെ മറക്കുകയല്ല. നിങ്ങൾ ഇത് കണ്ടാൽ മനസ്സിലാകുമെന്ന് അറിയത്തില്ല. ഇത് ഒരു പക്ഷെങ്കിൽ ഈ സൗണ്ടിൻ്റെ പോഡിയമായിരിക്കും. കാരണം ഇത് നിരന്തരം ഇങ്ങനെ വണ്ടിയെ കയറ്റി ഇറക്കിയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ നിങ്ങൾ നോക്കിയേ. ആണോ? സ്തോത്രം. ഇതിലൊരു പാടുണ്ട്. ഈ പാട് എനിക്ക് വേണേ മറയ്ക്കാം. ഈ ടവലിട്ട് ഞാൻ അതിനെ മറച്ചു. ഇപ്പം കാണാമോ? നീതീകരണം ഇതല്ല. നമ്മുടെ പാപത്തെ മറച്ചു വെക്കുന്നതല്ല നീതീകരണം. മനസ്സിലായോ? ഈ പാപത്തെ മറച്ചാലുള്ള പ്രത്യേകത, ഈ മറ മാറ്റിയാൽ ഇത് പിന്നെ തെളിവാകും. പക്ഷെ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് പാപത്തെ മറയ്ക്കുന്നതല്ല, പാപത്തെ മായ്ക്കുന്നതാണ്. നമ്മുടെ പാപത്തെ എന്ത് ചെയ്യുക? ശരിക്കും പാപമോചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപത്തെ മായ്ക്കുക എന്നാണ്. അത് അറ്റോൺമെന്റ്. പാപത്തെ മായ്ക്കുക. രക്ഷിക്കപ്പെട്ട് കർത്താവിലേക്ക് വരുമ്പോൾ നീ ചെയ്ത പാപം ഏതായാലും അതിനെ അവിടുന്ന് മായ്ക്കുകയാണ്. അതാ പറയുന്നത്, ഞാൻ കാർമുകിലിനെ പോലെ നിന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയും. ഓ, എന്നെ വേടാതെ ഞാൻ എന്നാ ചെയ്യുന്നത്? ഞാനതിനെ ഉച്ചത്തിൽ പറ, ഞാനതിനെ അതാ റോമാലേഖനം 8 ചോദിക്കുന്നത്. ദൈവം നീതീകരിക്കുന്നവനെ കുറ്റം ചുമത്തുന്നവൻ ആർ? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? കാരണം നീതീകരിച്ചവനെ കുറ്റം ചുമത്താൻ പറ്റത്തില്ല. അവന് വായിച്ചെടുക്കാൻ പറ്റാത്ത വിധത്തിൽ അവന്റെ പാപത്തെ ദൈവം എന്ത് ചെയ്തു? മായ്ച്ചു കളഞ്ഞു. ഓ ജീസസ്. ആ പാപത്തിന്റെ കുറ്റബോധമെല്ലാം മനസ്സിൽ നിന്ന് മാറിപ്പോകട്ടെ. യേശു ക്രിസ്തുവിലേക്ക് വരുന്ന നിനക്ക് ആ പാപത്തിന്റെ കുറ്റബോധത്തിന്റെ ആവശ്യമില്ല. കർത്താവ് അതിൽ നിന്ന് മായ്ച്ചു കളഞ്ഞതിനെ, അതിനെ മായ്ച്ചു കളഞ്ഞു. കേൾക്കുന്നുണ്ടോ? അതിനെ മായ്ച്ചു കളഞ്ഞു. ഇനി അത് ഇവിടെ ഇല്ല കേട്ടോ. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ചെയ്ത പാപം യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ നിങ്ങൾ ആശ്രയിച്ചപ്പോ അതവിടെ ഇല്ല. അതിനെ ദൈവം മായ്ച്ചു കളഞ്ഞു. ഹല്ലേലൂയ. ഇങ്ങനെ സെക്യൂറായിട്ടുള്ള ഒരു ജീവിത ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ പ്രിയരെ. അതിനെ ഞങ്ങൾ ആണ്ടോടാണ്ട് ഇങ്ങനെ യോഗം നടത്തുന്നത് കേട്ടോ. ആണ്ടോടാണ്ട് യോഗം നടത്തുന്നത് ഈ സന്ദേശം പറയാൻ വേണ്ടിയാണ്. ഈ സന്ദേശം പറയാൻ വേണ്ടിയാണ്. അതത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. സൽമോൻ ബാസ് സഭയും എത്ര ദിവസം അധ്വാനിച്ചിട്ടായിരിക്കും യോഗം നടക്കുന്നത്? എത്ര ദിവസം ഉപവസിച്ച് കാണും? എത്ര ദിവസം പ്രാർത്ഥിച്ച് കാണും? പിള്ളേരൊക്കെ എണ്ണയിട്ട യന്ത്രം പോലെ കൂടെ നിൽക്കുന്നത് കൊണ്ട് യോഗം നടക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. എന്തെല്ലാം കാര്യങ്ങൾ
ഇതിൻ്റെ പിന്നിലുണ്ടെന്നറിയാമോ? മുടക്കുണ്ട്, നല്ലതായിട്ട് ചെലവുണ്ട്. ഇങ്ങനെയെല്ലാം അധ്വാനിച്ചിട്ടാണ് ഇതിൻ്റെ പിന്നിൽ ഈ യോഗം നടക്കുന്നത് കേട്ടോ. ഈ സന്ദേശം പറയാൻ വേണ്ടിയാ. ഇതുപോലെ വേറൊന്നും ഉലക ചരിത്രത്തിൽ ഇല്ല സുഹൃത്തെ. സുവിശേഷത്തിന്റെ സന്ദേശത്തിന് പകരം വെക്കാൻ പറ്റുന്ന, ഈ സുവിശേഷത്തിന്റെ വിടുതലിന് പകരം വെക്കാൻ പറ്റുന്ന വേറെ വന്ന ഉലക ചരിത്രത്തിൽ ഇല്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഞങ്ങൾ ഇത്രയും അധ്വാനിച്ച് ഈ കാര്യം നടത്തുന്നത്. ഒരാമേ പറഞ്ഞാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ രാത്രി 1.25 മണിക്കൂർ പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ 14 മണിക്കൂർ യാത്ര ചെയ്താ പോയത് കേട്ടോ. ചിലപ്പോഴൊക്കെ 1.25 മണിക്കൂർ പ്രസംഗിക്കാൻ 28 മണിക്കൂറൊക്കെ യാത്ര ചെയ്യണം. കാസർഗോഡൊക്കെ പോയിട്ട് തിരിച്ചു വരണമെങ്കിൽ 14 28 മണിക്കൂർ പ്രസംഗത്തിൻ്റെ സമയം 1.25 മണിക്കൂർ. എന്തിനാ പാസ്റ്റർ റിസ്ക് എടുക്കുന്നത് എന്ന് ചോദിച്ചാൽ സന്ദേശം പറയാൻ വേണ്ടിയാ. ഇതിന് പകരം വെക്കാൻ പറ്റിയ വേറൊന്ന് ഉലക ചരിത്രത്തിൽ നിലവിലില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് മുന്നോട്ട് വെക്കുന്നത്. ഇന്ന് രാത്രി ഈ ഏരിയയിലുള്ളവർ നന്നായിട്ട് കേട്ടോ, ഈ ശബ്ദപരിധിക്കകത്തുള്ളവർ നന്നായിട്ട് കേട്ടോ, സുവിശേഷത്തിന് പകരം വേറൊന്നില്ല. ഹല്ലേലൂയ. സഹോദരൻ, നമ്മള് മുദ്രാവാക്യം പറയുമ്പോൾ തലമുറയായി അല്ലല്ല, മുദ്രാവാക്യം ഇന്നും നാളെയും കത്തും ദീപം അണയാതെ ഞങ്ങൾ സൂക്ഷിക്കും. ഇതണയ്ക്കാനൊക്കെ ശ്രമിച്ചാലും നടക്കത്തില്ല. ഞങ്ങള് ഇതണയാതെ സൂക്ഷിക്കും. ഒരാമയും പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഈ പൗലോസിന്റെ ഉത്തിരി എടുത്ത് പുറകെ കെട്ടിയിട്ട് ഈ ഉത്തിരിയത്തിന്റെ ഉടമസ്ഥനെ ഇങ്ങനെ ബന്ധിക്കുമെന്ന് പറഞ്ഞപ്പോൾ പൗലോസ് പറയുക, ബന്ധിക്കപ്പെടാൻ മാത്രമല്ല ചാകാനിരിക്കുക. ലാസറസ് ലാഫ്ഡ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് കേട്ടോ. ലാസർ ചിരിക്കുന്നു. സംഗതി എന്നാണെന്നറിയാം, ഈ പുള്ളി ചത്തിട്ട് ഉയർത്തെഴുന്നേറ്റ് വന്നിട്ട് പന്തിയിലിരിക്കുമ്പോൾ കുറച്ചു പേര് വന്ന് പറയാ നിന്നെ കൊല്ലുമെന്ന്. ചത്തിട്ട് എഴുന്നേറ്റ് വന്നതാ. ഇയാളോട് പറയുക നിന്നെ കൊല്ലുമെന്ന്. എടാ, ചത്തിട്ടിരിക്കുന്നവനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ അവൻ പേടിക്കുമോ? സ്വോത്രം കേൾക്കുന്നുണ്ടെന്ന് എൻ്റെ ചിന്ത. ചത്തിട്ടിരിക്കുന്നവനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ അവൻ പേടിക്കുമോ? അവൻ പേടിക്കത്തില്ല. സ്വോത്രം. ചത്തിട്ടിരിക്കുന്നവനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ പേടിക്കത്തില്ല. അതുപോലെയാണ് സുവിശേഷത്തിന്റെ വിപ്ലവകരമായ ആമേൻ സന്ദേശം എന്ന് പറയുന്നത്. ചില പിടികൾ വിട്ട് ഇന്ന് രാത്രി ചിലര് പുറത്തു വരുന്നു. വിശ്വസിക്കുന്നവർ അതരം തുറന്ന് ആത്മാവിൽ ഒന്ന് ആരാധിച്ചാട്ടെ. ഈ രാത്രി ദൈവകൃപയുടെ വല്ലഭത്വ ഈ ഗ്രൗണ്ടിനകത്ത് ചലിക്കട്ടെ. ചില വ്യക്തികൾ യേശുവിന്റെ നാമത്തിൽ സ്പർശിക്കപ്പെടട്ടെ. ചില കുടുംബങ്ങൾ ആഴമായി വിടിവിക്കപ്പെട്ട് തുടങ്ങട്ടെ. ചില കുടുംബങ്ങൾ ആഴമായി വിടിവിക്കപ്പെട്ട് തുടങ്ങട്ടെ. ചില കുടുംബങ്ങൾ അത്ഭുതകരമായി വിടിവിക്കപ്പെട്ട് തുടങ്ങട്ടെ. വാ തുറന്ന് ആരാധിക്കേ, വാ തുറന്ന് ആരാധിക്കേ, വാ തുറന്ന് ആരാധിക്കേ. കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ കരമടിച്ച് ശക്തിയോടെ ഒന്ന് ആരാധിക്കേ. ഇന്ന് രാത്രി നിന്നെ വിടിവിക്കുന്ന ദൈവകൃപ ഈ ഗ്രൗണ്ടിനകത്ത് ചലിക്കുകയാണ്. ഇല്ലെന്ന് പഴയ കെട്ടുപാടിനകത്ത് ഇനിയും നിന്നെ തളച്ചിടാൻ പറ്റത്തില്ല. പഴയ സ്വാധീനങ്ങൾക്ക് ഇനിയും നിന്റെ മേൽ യാതൊരുവിധ സ്ഥാനവുമില്ല. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞുപോയി. ഇപ്പോൾ നമ്മൾ ക്രിസ്തുവിലായതുകൊണ്ട് നമ്മൾ പുതിയ സൃഷ്ടിയായി മാറി. ആ വെളിപ്പാടുള്ളവർ കരമടിച്ച ശക്തിയോട് ഒന്ന് ആരാധിച്ചേ. നിൻ മഹാ കൃപയ്ക്കാ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാ കൃപയ്ക്കാ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. ഒരിക്കൽ കൂടെ പാടിക്കുക. നിൻ മഹാ കൃപയ്ക്കാ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാ കൃപയ്ക്കാ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. വസ്ത്രാദി എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ.
എണ്ണമില്ലാതെ എഴുന്നേറ്റ് നിൽക്കുന്നവരെല്ലാം ഈ പാട്ട് കൊയറിനോട് ചേർന്നത് പാടുകേ. കൺമണി പോലെ കൺമണി പോലെ കാക്കുന്നു നീ നിൻ മഹാ ഉച്ചത്തിൽ പാടുകേ. നിൻ മഹാ ഒന്നുമില്ലായ്മയിൽ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു നിത്യമായി സ്നേഹിച്ചു അക്കരമെല്ലാം ഉയർത്തി പിടിച്ചൊന്ന് പാടുകേ. നിൻ മഹാ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ നിൻ മഹാ അങ്ങേ ഞാൻ സ്തുതിച്ചിടും. ഒരിക്കൽ കൂടെ പാടുകേ. ഈ അന്തരീക്ഷം മുഴുവൻ ആരാധന കൊണ്ട് നിറയപ്പെടട്ടെ, ആരാധന കൊണ്ട് നിറയപ്പെടട്ടെ. അന്യഭാഷയിൽ ആരാധിക്കുവാൻ കൃപ ലഭിച്ച പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രി പരിസരം മറന്ന കരമൊന്നടിച്ച് ശക്തിയോടെ വന്ന് ആരാധിച്ചു തുടങ്ങിയാട്ടെ, ശക്തിയോടെ ഒന്ന് ആരാധിച്ചു തുടങ്ങിയാട്ടെ. എല്ലാ പരിസരവും മറന്ന് ശക്തിയോടെ ഒന്ന് ആരാധിച്ച് നിർത്തരുത്, 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 നിർത്തരുത്. ഇന്ന് രാത്രി നിങ്ങൾ ആരാധിക്കുമ്പോൾ പഴയത് ചിലത് പൊളിയുന്നു, പഴയത് ചിലത് പൊളിയുന്നു. ഞാൻ ആ വാക്ക് വീണ്ടും ആവർത്തിക്കുന്നു. കുഞ്ഞെ, പഴയത് ചിലത് പൊളിഞ്ഞു മാറുന്നു. നീ പോലും അറിയാതെ നിന്നെ പിന്തുടരുന്ന ചിലത്, നീ പോലും അറിയാതെ നിനക്കെതിരെ നിൽക്കുന്ന ചിലത് ഇന്ന് രാത്രി അത് പൊളിഞ്ഞു മാറുന്നു. ഇന്ന് രാത്രി അത് പൊളിഞ്ഞു മാറുന്നു. ഇന്ന് രാത്രി അത് പൊളിഞ്ഞു മാറുന്നു. കരങ്ങൾ അടിച്ചൊന്ന് ആരാധിച്ചോ. ഇനിയും നിന്റെ മേൽ അവകാശം പറയാൻ അതിന് കഴിയത്തില്ല. ഇനി നിന്റെ മേൽ അവകാശം പറയാൻ അതിന് കഴിയത്തില്ല. ആ പഴയ രോഗത്തിന് ഇനി നിന്റെ മേൽ അവകാശം പറയാൻ കഴിയത്തില്ല. ആ പഴയ ശാപശക്തിക്ക് ഇനി നിന്റെ മേൽ അവകാശം പറയാൻ കഴിയത്തില്ല. അത് കഴിഞ്ഞുപോയി, അത് കഴിഞ്ഞുപോയി. ആത്മാവിലൊന്ന് ആരാധിച്ച് ആരാധിച്ച് ആത്മാവിലൊന്ന് ആരാധിച്ച് നിർത്തരുത്. കരങ്ങൾ അടിക്കുന്നെങ്കിൽ ശക്തിയോടെ കരങ്ങൾ അടിച്ച്, കരങ്ങൾ അടിക്കുന്നെങ്കിൽ ശക്തിയോടെ കരങ്ങൾ അടിച്ച്. ആ പാരമ്പര്യത്തിന്റെ സ്വാധീനങ്ങൾ പൊളിഞ്ഞുപോയി, അത് കഴിഞ്ഞുപോയി, ആ കാലം കഴിഞ്ഞുപോയി. ശക്തിയോടെ ഒന്ന് ആരാധിച്ചോ. ഇന്ന് രാത്രി ആരാധന ഇവിടെ ഉയരുമ്പോൾ ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ പറയാം, ഇന്ന് രാത്രി ആ രോഗങ്ങൾ സൗഖ്യമായി തുടങ്ങുന്നു, ആ രോഗങ്ങൾ സൗഖ്യമായി തുടങ്ങുന്നു. ചില ശരീരങ്ങളുടെ മേൽ വ്യാപരിച്ചു നിൽക്കുന്ന ട്യൂമറുകൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അത് വറ്റിപ്പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ജനം ഇന്ന് രാത്രി സൗഖ്യമാകട്ടെ. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ നീർക്കെട്ടുകൾ വറ്റിപ്പോകട്ടെ. അനാവശ്യമായ ചില വേദനകൾ ഇന്ന് രാത്രി അപ്രത്യക്ഷമാകട്ടെ. ചില സ്വാധീനങ്ങൾ പൊളിയട്ടെ. ദൈവശക്തി, ദൈവശക്തി, ദൈവശക്തി ശരീരങ്ങളിൽ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ചിലരുടെ പുറപ്പാടുകളെ തടയുന്ന, എത്ര ശ്രമിച്ചിട്ട്
പുരോഗമനം ഉണ്ടാകാത്ത വിധത്തിൽ പുറപ്പാടുകളെ തടഞ്ഞു നിൽക്കുന്ന ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാറുന്നു. തലമുറയുടെ വിദ്യാഭ്യാസത്തെ ബന്ധിച്ച്, അവരുടെ ജീവിതത്തെ ബന്ധിച്ച്, അവരുടെ ഭാവിയെ ബന്ധിച്ച് നിൽക്കുന്ന ഇരുട്ടിന്റെ സ്വാധീനങ്ങൾക്ക് ഇനിയും നിന്റെ മേൽ അവകാശമില്ല. അതിനെ പൊളിക്കുന്നു. അന്യഭാഷയിൽ ആരാധിക്കുവാൻ കൃപയുള്ളവർ ആത്മശക്തി ഇടത്തും വലത്തും മുൻപിലും പിൻപിലും നോക്കാതെ നിയോഗത്തിൽ ആരാധിച്ച് ഇന്ന് രാത്രി മൈലുകൾക്കപ്പുറത്ത് വീടിന്റെ അകത്ത് ഊരിപ്പിടിച്ച വാളുമായി ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങട്ടെ, ഇറങ്ങട്ടെ. ചിലതിനെ വെട്ടിക്കളയട്ടെ, ചിലതിനെ വെട്ടിക്കളയട്ടെ, ചിലതിനെ വെട്ടിക്കളയട്ടെ. ഇന്ന് രാത്രി കിഴക്കോട്ട്, പടിഞ്ഞാറോട്ട്, തെക്കോട്ട്, വടക്കോട്ട് ഊരിപ്പിടിഞ്ഞ വാളുമായി ദൈവത്തിന്റെ ദൂതന്മാർ സഞ്ചരിക്കട്ടെ. ഊരിപ്പിടിഞ്ഞ വാളുമായി ദൈവത്തിന്റെ ദൂതന്മാർ സഞ്ചരിക്കട്ടെ. ഈ രാത്രി ചില വീടുകളുടെ ഉള്ളറകളിൽ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി ഈ രാത്രി ചിലതിനെ വെട്ടിമാറ്റണം. യേശുവിന്റെ നാമത്തിൽ ഇതുവരെ പറയാത്ത ചില ഭാഷകൾ ചിലരുടെ ആദരത്തിന് മേൽ വരട്ടെ. ഇതുവരെ കാണാത്ത ചില വെളിപ്പാടുകൾ ചിലർ കണ്ടു തുടങ്ങട്ടെ. ഇതുവരെ പ്രാപിക്കാത്ത ചില വാഗ്ദത്തങ്ങൾ ചിലരുടെ കാതുകളെ മുഴങ്ങട്ടെ. ഇതുവരെ കാണാത്ത ചില ദർശനങ്ങൾ ചിലരുടെ കണ്ണിന്റെ മുൻപിൽ തുറന്നു വരട്ടെ. നിയോഗത്തോടെ എല്ലാ സൂയിസൈഡ് ടെൻഡൻസികൾ, ആത്മഹത്യ പ്രവണതകൾ കുടുംബങ്ങളെ വിട്ട് മാറട്ടെ. എല്ലാ കുടുംബ കലഹങ്ങൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ പൊളിയട്ടെ. ജീവൻ, ജീവൻ കെട്ടി നിൽക്കുന്ന വെള്ളം തള്ളിപ്പായിക്കുന്നത് പോലെ, കെട്ടി നിൽക്കുന്ന വെള്ളം തള്ളിപ്പായിക്കപ്പെടുന്നത് പോലെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ചിലർ പുറത്തു വരട്ടെ. ദൈവശക്തി, 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 ജീവന്റെ പകർച്ച ഈ രാത്രി ജനത്തിന്റെ മേൽ ഇറങ്ങി വരട്ടെ. ദൈവ സാന്നിധ്യം വിമാനം ചൂടമ്പാനം വേഗം ധാനം ധേരം ധാനെ അത്യാനം ശേഖം ധേരം ധേരം ധാന തുടവച്ചുമനം തുടരം 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 തരം ജവനം തുടരം 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 തോ ജഗനം തുടരം 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 തരം. ഇന്ന് രാത്രി ഒരു വലിയ പകർച്ച ഈ ഗ്രൗണ്ടിനകത്ത് ചലിക്കട്ടെ. ഒരു വലിയ നിറവ്, ഒരു വലിയ ദൈവിക വിടുതൽ യേശുവിന്റെ നാമത്തിൽ ദേശത്തിന്റെ സ്വാധീനങ്ങൾ വെട്ടപ്പെടുന്നത് പോലെ ശേഖരം ധേരം ധാനം ഓരോ ധേരെ ധാനം 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 ധേരം ധാനം ജീവൻ ക്ഷേരം ധേരം ധാനം 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 ധാനാധേരേ ധേ 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 ജീകാരം ധേരം ധാനം ധാനം ധാനം. യേശുവേ വിടുതൽ, വിടുതൽ, വിടുതൽ. വികാരം
ചിലരെ നിറയ്ക്കുന്നു, ചിലർ ആത്മാവിൽ നിറഞ്ഞു തുടങ്ങുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ ആരാധനക്കകത്ത് ചില പൈശാചിക സ്വാധീനങ്ങളോട് ഇന്ന് രാത്രി പുറത്തു പോകുവാൻ അധികാരത്തോടെ കൽപ്പിക്കുന്നു. ചില രോഗ സ്വാധീനങ്ങൾ ഇന്ന് രാത്രി ശരീരങ്ങളെ വിട്ട് പുറത്തു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ, വിടുതൽ. തുടരം 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 തരണം തരണം ജഗരം തുടരം തുടരം തരണം തുടരം തുടരം തരണം തരണം. ദൈവമഹത്വം, ദൈവമഹത്വം, ദൈവമഹത്വം. ഇന്ന് രാത്രി അവിടുന്ന് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. അവിടുന്ന് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. എത്ര പേർ ആത്മാവിൽ പറയും, ജീവിക്കുകയാണെങ്കിൽ ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കും. അങ്ങനെയുള്ളവർ മാത്രം ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. എനിക്കൊരായുസ് ഉണ്ടെങ്കിൽ ഞാനത് യേശുവിന് വേണ്ടി ജീവിക്കും. കരം ഉയർത്തിപ്പിടിച്ചോ. എനിക്കൊരായുസ് ഉണ്ടെങ്കിൽ ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കും. വാതുറന്നൊന്ന് പറഞ്ഞേ, വാതുറന്നൊന്ന് പറഞ്ഞേ. ജീവിക്കുകയാണെങ്കിൽ ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കും. മരിക്കുന്ന ദിവസം വരെ, മരിക്കുന്ന സെക്കൻഡ് വരെ ഞാൻ യേശുവിന് വേണ്ടി. വാതുറന്ന് പറ, വാതുറന്ന് പറ. എന്റെ തലമുറകളെ ഞാൻ യേശുവിന് വേണ്ടി സമർപ്പിക്കുക. എന്റെ കുഞ്ഞുങ്ങൾ മദ്യത്തിനുള്ളവരല്ല, മയക്കുമരുന്നിനുള്ളവരല്ല. എന്റെ തലമുറ ലോകത്തിനുള്ളതല്ല. എന്റെ തലമുറ യേശുവിനുള്ളത്. Thank you, Jesus. ആ കരങ്ങളൊന്ന് താഴ്ത്തിയിട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുന്നു. യേശുവിന്റെ മരണത്തോടും പുനരുത്ഥാനത്തോടും നമ്മൾ ഏകീഭവിക്കേണ്ടവരാ. അതിനു മുമ്പ് ജീവിതം യേശുവിന് വേണ്ടി കൊടുക്കേണ്ടവരാ. ഇന്ന് രാത്രി എൻ്റെ ജീവിതം ഞാൻ ഇതുവരെ യേശുവിന്റെ പാദത്തിൽ ഞാൻ സമർപ്പിച്ചിട്ടില്ല. യേശുവിന്റെ കർത്താവാണ്, യേശുവിന്റെ രാജാവാണ് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇന്ന് രാത്രി എന്നെ ഞാൻ യേശുവിനായിട്ട് കൊടുക്കുക. അങ്ങനെ പറയുന്നവർ മാത്രം, ഇതുവരെ യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതമായി സ്വീകരിച്ചിട്ടില്ലാത്തവർ മാത്രം, ഇന്ന് രാത്രി ഞാൻ അങ്ങനെ യേശുവിൻ്റെ മുന്നിൽ എന്നെ സമർപ്പിക്കുന്നു. ഞാൻ യേശുവിനോട് ജീവിക്കും. അങ്ങനെ പറയുന്നവർ മാത്രം ആ കരം ഉയർത്തിപ്പിടിച്ച്, അങ്ങനെ പറയുന്നവർ മാത്രം ആ കരം ഉയർത്തിപ്പിടിച്ച്. കർത്താവ് അനുഗ്രഹിക്കട്ടെ മോനെ. ഇനി ആരുണ്ട്? ഇനി ആരുണ്ട്? ഇനി ആരുണ്ട്? കരം ഉയർത്തിപ്പിടിച്ച്. ഇനി ആരുണ്ട്? നിങ്ങളെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇനി ആരുണ്ട്? ബാക്കിൽ അവളെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇനി ആരുണ്ട്? രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ചോ. അങ്ങനെയുള്ളവർ മാത്രം, അങ്ങനെയുള്ളവർ മാത്രം രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ചോ. യേശുവിനോട് പറ, യേശുവേ ഞാൻ എന്നെ അങ്ങേക്ക് തരികയാണ്. ഗ്ലോറി. കരങ്ങൾ താഴ്ത്തിയിട്ടാണ് ഞാൻ പറഞ്ഞിരുന്ന പ്രാർത്ഥന വാചകങ്ങൾ പിന്നത്തേതിൽ നിങ്ങൾ ചൊല്ലണം. ഹല്ലേലൂയ, സ്തോത്രം. ഇതുവരെ സ്നാനപ്പെട്ടിട്ടില്ല. സ്നാനം സത്യമാണെന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷെ ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല. കർത്താവ് എനിക്കൊരു അവസരം തന്നാൽ ഞാൻ സ്നാനപ്പെടും. അങ്ങനെ പറയുന്നവർ മാത്രം ആ കരം ഒന്ന് ഉയർത്തിപ്പിടിച്ച്. കർത്താവ് ഒരു അവസരം തന്നാൽ ഞാൻ സ്നാനപ്പെടും. അങ്ങനെ പറയുന്നവർ മാത്രം ആ കരം ഉയർത്തിപ്പിടിച്ച്. കർത്താവ് എനിക്കൊരു അവസരം തന്നാൽ ഞാൻ സ്നാനപ്പെടും. കരം ഉയർത്തിയോ ഉയർത്തിയില്ല അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല, പക്ഷെ ഞങ്ങളിത് പറയും. അങ്ങനെ പറയാൻ പറ്റുന്നവർ മാത്രം ആ കരം ഒന്ന് ഉയർത്തിപ്പിടിച്ച്. ഗ്ലോറി. അവനെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇനി ആരുണ്ട്? ഇനി ആരുണ്ട്? ഇനി ആരുണ്ട്? സ്തോത്രം. സ്നാനപ്പെടുവാൻ തീരുമാനിക്കുന്ന ആരുണ്ട്? സ്തോത്രം. ദയവായിട്ട് കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ കരം ഉയർത്തിപ്പിടിച്ചവർ അവരോട് ചേർന്ന് എല്ലാവരും പറയണം ഈ പ്രാർത്ഥനാ വാചകങ്ങൾ. ആമേൻ. അവര് വളരെ ചുരുക്കം ആളുകളാണ്, പക്ഷേ അവരുടെ പ്രോത്സാഹനത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് പറയാൻ പോവുകയാണ്. ഞാൻ പറയുന്ന പ്രാർത്ഥനാ വാചകങ്ങൾ എന്നോടൊപ്പം നിങ്ങളും പറയണം. യേശുവേ ഒന്ന് വിളിച്ചോ. യേശുവേ എന്നൊന്ന് വിളിച്ചേ. യേശുവേ, എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ ആ ജീവിതം മുഴുവൻ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കും. അങ്ങന്റെ കർത്താവും രക്ഷിതാവുമായി വരണമേ. അങ്ങന്റെ യജമാനനായി ഉടമസ്ഥനായി വരണമേ. അങ്ങന്റെ ജീവിതത്തിന്റെ അധികാരിയാകണമേ. അങ്ങന്റെ കുടുംബത്തിന്റെ കർത്താവാകണമേ. കർത്താവേ, ഇനിയും ജീവിക്കുന്നെങ്കിൽ ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിക്കും. യേശുവിൻ നാമത്തിൽ ആമേൻ. കരമുയർത്തി പിടിച്ച് എല്ലാവരും കൂടെ ചേർന്ന് ആമേൻ പറഞ്ഞാണ്. ശബ്ദമുയർത്തി ഒരിക്കൽ കൂടെ